കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെ പിന്നീട് നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും വിലയിരുത്തുകയും കാര്യങ്ങളുടെ ഗൗരവം എത്രത്തോളം എന്നൊക്കെ ഒരു പഠനവിധേയമാക്കുകയൊക്കെ ചെയ്തിരുന്നു. ഉത്തരവൊന്നും പറയണ്ട, ഞാനങ്ങ് എന്താ പറയുക, സ്വാഭാവികമായൊരു ചോദ്യം പോലെ ചോദിച്ചതാണ്. വളരെ ഗഹനമായ കാര്യങ്ങളാണത്. നമുക്ക് 66 പുസ്തകങ്ങളുള്ള വിശുദ്ധ ബൈബിൾ തന്നിരിക്കുമ്പോൾ ഈ പുസ്തകത്തിൽ എല്ലായിടത്തും നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നിറഞ്ഞു നിൽക്കുകയാണ്. പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ എല്ലായിടത്തും ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, പഴയ നിയമക്കാർക്ക് ക്രിസ്തുവിനെ ആ നിലയിൽ വെളിപ്പെട്ട് കിട്ടിയില്ല എന്നൊക്കെ. അത് പുതിയ നിയമക്കാർക്കാണ് വെളിപ്പെട്ട് കിട്ടിയതെന്ന്. പുതിയ നിയമം എന്ന് പറയുന്ന നമ്മൾ ഈ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലുള്ള വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളിൽ ബഹുഭൂരിപക്ഷം പേരും ആ സുവിശേഷങ്ങളിൽ നിന്നൊന്നും പുറത്തേക്ക് വന്നവരല്ല. അപൂർവ ആളുകളാണ് സുവിശേഷങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളൂ. ഈ ഓരോ ബാരിയറുകൾ കടന്നു വരിക എന്നൊക്കെ പറയുന്ന പോലെ, അതായത് ക്രിസ്തുവേശു ലോകത്തിന്റെ രക്ഷകനാണ്, പാപികളുടെ വീണ്ടെടുപ്പുകാരനാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാം. ക്രിസ്തുവിലൂടെയുള്ള രക്ഷ അതൊക്കെ അനുഭവിച്ചുകൊണ്ട് കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റ് ദൈവരാജ്യത്തിന്റെ ഭാഗമായവരാണ് ഏറിയ പങ്ക്. എന്നാൽ ആ ക്രിസ്തുവിനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ, ആ യുഗങ്ങളുടെ പാറ, ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാ? യുഗങ്ങളുടെ പാറ എന്നല്ലേ, പിതാക്കന്മാർ ഭക്ഷിച്ച മന്ന എന്നല്ലേ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് കർത്താവിനെ കുറിച്ച് പറയാൻ കിടക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും ഈ ഡീകോഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അവിടെയാണ് നമ്മൾ ചിന്തിച്ച തലമുറകളെ കാണിക്കേണ്ടതിന്, തലമുറകൾ ഗ്രഹിക്കേണ്ടതിന് ഈ മന്ന, മറഞ്ഞിരിക്കുന്ന മന്നയെ തുറന്നു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ബഹുഭൂരിപക്ഷം ഇടങ്ങളിലും ഇതൊന്നും തുറന്ന് കിട്ടുന്നില്ല. നമ്മൾ അങ്ങനെ പറയുമ്പോൾ അഹങ്കാരം പറയുന്നതാണെന്ന് ചിന്തിക്കരുത്. ഭൂമിയിൽ ആരുമില്ലെന്നല്ല പറയുന്നത്, വളരെ റെയർ ആണെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. റെയറാണ്. എല്ലാ ഇടങ്ങളിലും മന്ന പൊഴിയുന്നില്ലെന്നുള്ളതിന്റെ തെളിവാണ് കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ പറഞ്ഞത്. അതായത് ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് എന്താ? എന്റെ വചനം മാരി പോലെ പെയ്യും. അത് പെയ്യുന്ന എവിടെയാ? പഴയ പാതയിലാണ് പെയ്യുന്നത്. ഇന്ന് കാണുന്ന സോക്കോൾഡ് പാതകളിലൊന്നും മഴ അങ്ങനെ പെയ്യില്ല. അത് എന്റെ ഉപദേശം മാരി പോലെ പെയ്യും, ഇളംപുല്ലിൽ പൊടിമഴ പോലെ പെയ്യും എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിൽ അതെല്ലായിടത്തും പെയ്യില്ല. മന്നയെ കുറിച്ച് നമ്മൾ കണ്ടത് എന്താ? എല്ലായിടത്തും മന്ന പൊഴിയുന്നില്ല. മന്ന പൊഴിഞ്ഞത് വിശുദ്ധന്മാരുടെ പാളയത്തിലാണ്, ഇസ്രായേലിന്റെ പാളയത്തിലാണ് മന്ന പൊഴിഞ്ഞത്. കാലങ്ങൾക്ക് ശേഷം ഇസ്രായേലിന്റെ പാളയം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ പാളയം പലപ്പോഴും മലിനമായതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് ദിവസം 32-33 അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാം, പാളയം മലിനമായി. കൂടാരമെടുത്ത് മോശ ദൂരത്തടിച്ചെന്നും യഹോവയെ അന്വേഷിക്കുന്നവൻ, ഉയ്യോ, അപ്പൊ ഈ വിളിച്ചിറക്കി കൊണ്ടുവന്ന 10-25 ലക്ഷം ആളുകൾ അവരാരും യഹോവയെ അന്വേഷിക്കുന്നവരല്ലേ? അവരെല്ലാം ഒരു ഓളത്തിന് വന്നതാണോ? അങ്ങനെയല്ല. അവരെല്ലാം പെസഹായും ചോരത്തലി ആചരിച്ചു വന്നവരാണ്. കൂടെ വന്ന മിക്സ് മൾട്ടിറ്റ്യൂഡ് അഥവാ സമ്മിശ്ര ജാതികൾ, അവരെ സംബന്ധിച്ച് പെസഹായും ചോരത്തലി ആചരിച്ചിട്ടില്ല. അവർ ചെങ്കടൽ കടന്നേ ഉള്ളൂ. ഈ കൂട്ടത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ മുന്നോട്ട് വന്നേ ഉള്ളൂ. അവരെ വിടാം നമുക്ക്. ബാക്കിയുള്ളവരുടെ കാര്യം ചിന്തിച്ചാലോ? യഹോവയെ അന്വേഷിക്കുന്നവർ. അപ്പൊ നോക്കുക, ഫിൽട്ടറിങ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം. ബൈബിളിന്റെ ചരിത്രം നമ്മൾ പഠിച്ചു വരുമ്പോൾ ഫിൽട്ടറിങ് കാണാം. പലപ്പോഴായി പലയിടങ്ങളിൽ അത് കാണാം. ചെങ്കടൽ കടന്ന് മരുഭൂമി വഴിയായി കുറച്ചു ദൂരം മുന്നോട്ട് വന്നിട്ടുള്ളൂ. അതായത് ഹോരേബ് വരെ എത്തിയിട്ടുള്ളൂ. നിസ്സാര കാലങ്ങളെ ആയിട്ടുള്ളൂ. ആ സമയത്ത് അവിടെ ഒരു ചെറിയ ഫിൽട്ടറിങ് പോലെയാ കാണിക്കുന്നത്. അതായത് യഹോവയെ അന്വേഷിക്കുന്നവർ ആരാരെല്ലാം ഉണ്ടെന്നൊന്ന് കാണട്ടെ. അതിനിടയിൽ 32-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു പദപ്രയോഗമുണ്ട്, യഹോവയുടെ പക്ഷത്തുള്ളവർ ഇങ്ങോട്ട് നീങ്ങി നിൽക്കട്ടെ എന്ന്. അവിടെയും എന്താ കാണിക്കുന്നത്? ഒരു ടെസ്റ്റാ കാണിക്കുന്നത്. യഹോവയുടെ പക്ഷത്ത് ആരാരെല്ലാം നിൽക്കും. 33-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവർ, ഇപ്പൊ കൂടാരം പാളയത്തിൽ നിന്ന് വളരെ ദൂരെ നീക്കി അടിച്ചിരിക്കുക. യഹോവയെ അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ കടന്നു വരട്ടെ. അപ്പൊ ഇസ്രായേലിന്റെ പാളയത്തിലുള്ള ബാക്കി ആളുകളൊക്കെ, വലിയ കേമന്മാരും എല്ലാത്തരം ആളുകൾ അവിടെ ഉണ്ടല്ലോ, അവരൊക്കെ അതിന്റെ ഉമ്മറപ്പടിയിൽ നിന്ന് നോക്കുമ്പോ നമ്മുടെ അച്ചായനും അമ്മാമ്മയും പുലർകാല വെച്ച് പിടിപ്പിക്കുക. എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോ ഞങ്ങള് കൂടാരത്തിലേക്കൊന്ന് പോവുകയാണ്, യഹോവയെ അന്വേഷിച്ച് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അവര് ചിരിക്കും. എടാ ഈ പാളയത്തില് ഇവിടെ ഇത്രയും ആൾക്കാർ ജീവിക്കുന്നു, ഇവരെല്ലാം മണ്ടന്മാരാന്നാണോ നിന്റെ വിചാരം? ഇങ്ങനെ ഇത്രയും അന്വേഷിച്ചൊക്കെ പോകേണ്ട വല്ല കാര്യമുണ്ടോ? ഇത്രയും തത്രപ്പാടിന്റെ ആവശ്യമൊന്നുമില്ല.
എല്ലാവരും ജീവിക്കുന്നു, അതുപോലെ ജീവിച്ചാൽ പോരെ, അതുപോലെ യഹോവയെ വിളിച്ചാൽ പോരെ എന്നൊക്കെ ആയിരിക്കും അവരൊക്കെ ചിലപ്പോൾ ചോദിച്ചത്. പക്ഷേ നമ്മള് കണ്ട ഈ ഫാമിലി, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന് കൂട്ടിക്കോ, അവരിങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും, അതായത് തങ്ങളുടെ പാളയത്തിൽ നിന്ന് തന്നെ കുത്തുവാക്ക് കിട്ടും. കൊള്ളാം, ഭയങ്കര അതിവിശുദ്ധൻ. ഈ അടുത്ത സമയത്തൊക്കെ നമ്മളെ ചില ആൾക്കാര് വിളിക്കുന്നതാണ്, സംബോധന ചെയ്യുന്നതാണ് അതിവിശുദ്ധന്മാരുടെ സംഘം എന്ന്. അതിവിശുദ്ധന്മാർ. അതേസമയം ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്, വേറെ ചില ആൾക്കാർ പറയുന്ന അവർ ഭയങ്കര വിമർശകരാണ്. ഇത് രണ്ടും കൂടി എങ്ങനെ ഒത്തുപോകുന്നത്? ഒരു കൂട്ടം ആൾക്കാർ നമ്മളെ വിളിക്കുന്നത് അതിവിശുദ്ധന്മാരെന്നാണ്, മറ്റൊരു കൂട്ടം ആൾക്കാർ അവർ ക്രിട്ടിസൈസ് ചെയ്യും, അവർ വിമർശിക്കൂ എന്നാ പറയുന്നത്, കുറ്റം പറയുമെന്നും പറയും. ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്തു പോവോ? അപ്പൊ അതാത് സമയങ്ങളിൽ മനുഷ്യർക്ക് തോന്നുന്നത് അവരങ്ങ് പ്രസ്താവിക്കുകയാണ്. ചിലർക്ക് തോന്നുകയാണ് അവർ അതിവിശുദ്ധരാണ്, ചിലർക്ക് തോന്നുകയാണ് അവർ കുറ്റം പറയുന്നവരാണ്, അല്ലെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരാണ് എന്നൊക്കെയാണ്. ഈ പുലർകാല പോയ അച്ചായനും അമ്മാമ്മയും ഇസ്രായേലിന്റെ പാളയത്തിന് വെളിയിലല്ല സഞ്ചരിച്ചത്, ആ പാളയത്തിലൂടെ തന്നെയാണ് സഞ്ചരിച്ചു വന്നത്. അങ്ങനെ സഞ്ചരിച്ചു വന്നപ്പോൾ അവരുടെ കൂട്ടു സഹോദരങ്ങള് ആ നിലയിൽ മുട്ടുസൂചി പ്രയോഗം നടത്തുമെന്നാ പറഞ്ഞത്. അപ്പം നമ്മളൊരു സത്യത്തിന് വേണ്ടി, ഒരു നീതിക്ക് വേണ്ടി, ഒരു വെളിപ്പാടിന് വേണ്ടി നിലകൊണ്ടു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുമെന്നൊന്നും ധരിക്കരുത്. സ്വാഭാവികമായും കർത്താവ് പറഞ്ഞ വാക്ക് എപ്പോഴും ഓർമ്മയിൽ വരണം, ഈ ലോകം എന്നെ പകച്ചു, അത് നിങ്ങളെയും പകയ്ക്കും. അത് പറഞ്ഞത് ആരോടാ? അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്റെ അപ്പോസ്തലന്മാരോടാ പറഞ്ഞത്. അവരുടെ എല്ലാം ജീവിതത്തിൽ അത് സംഭവിച്ചു. അപ്പോസ്തലന്മാരിൽ നിന്ന് അതൊക്കെ കേട്ടവരാരാ? ഫസ്റ്റ് സെഞ്ചുറി സെയിൻസ്. അവരുടെ എല്ലാം ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചില്ലേ? അവരാരും ഒരിക്കലും ലോകത്തിന്റെ സ്നേഹിതന്മാരല്ലായിരുന്നു. ലോകത്തിന്റെ സ്നേഹിതനായിട്ട് കർത്താവിനെ സേവിക്കാനായിട്ട് ഒരിക്കലും കഴിയില്ല. അത് അടിവരയിട്ട അപ്പോസ്തലന്മാർ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. വേർപാട് അനുഷ്ഠിക്കണമെന്നുള്ളൊരു തത്വം അവർക്ക് അന്നേ കൊടുത്തിട്ടുണ്ട്. ക്രിസ്തീയ സഭ ആ നിലയിൽ തന്നെയാണ് അതിന്റെ തുടക്കത്തിലെ ജൈത്രയാത്ര നടത്തിയത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ പുറപ്പെട്ടു പോകുമ്പോൾ ആളുകൾ ആ നിലയിൽ സംസാരിക്കുമെന്നാ പറഞ്ഞത്. അപ്പോ പിന്നെയും പുറകോട്ട് പോയി കഴിഞ്ഞാൽ, പിന്നെയും നമ്മൾ പറഞ്ഞു തുടങ്ങിയ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ഈ പരിശോധനകൾ, ഫിൽട്ടറിങ്ങുകൾ, ഇതൊക്കെ എല്ലാ സമയത്തും ഉണ്ട്. അതായത് യഹോവയെ അന്വേഷിക്കുന്നവർ ആരാരെല്ലാം ഉണ്ട്, യഹോവയുടെ പക്ഷത്ത് ആരാരെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ എന്തിനാണ് മന്ന പൊഴിച്ചതെന്നൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ. അവരെ പരിശോധിക്കാൻ വേണ്ടി തന്നെയാണ്. അവരെന്താണ് ഏതാണെന്ന് കർത്താവിന് അറിയില്ല എന്നാ ചിലർ ചോദിക്കുന്നത്. നിശ്ചയമായിട്ടും അറിയാം, അവർക്ക് തന്നെ വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തങ്ങൾ എന്താണെന്ന് നമ്മൾ ചില കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ ലാബിൽ പോവില്ലേ? നമുക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ലേ ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ടെസ്റ്റിൽ നമ്മൾ എന്താണ്, നമ്മൾ ആരാണ്, നമ്മളുടെ നേച്ചർ എന്താണെന്നൊക്കെയാണ് പ്രിന്റ് ഔട്ട് എടുത്ത് തരുന്നത്. പ്രിന്റ് ഔട്ട് എടുത്ത് തരിക, നമ്മൾ അതൊക്കെ കണ്ടാലേ കാണുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, തുടക്കത്തിൽ ഞാൻ എന്താ പറഞ്ഞത്? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ച ഈ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഗഹനമായി ചിന്തിച്ചിരുന്നോ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ആരും ഇന്നലെയോ മിനിങ്ങാന്നോ വിശ്വാസത്തിൽ വന്നവരല്ല, വർഷങ്ങളായി ഈ വഴിയിലേക്ക് വന്നിട്ട്. പുതുതായിട്ട് വിശ്വാസത്തിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ നോബ് ഇവിടെ കാണും ചിലപ്പോൾ. അങ്ങനെ ഒന്ന് രണ്ട് പേരൊക്കെ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ വളരെ കാലങ്ങളും വർഷങ്ങളും ആയവരാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഈ മന്നയും മന്നയുടെ ശ്രേഷ്ഠതയും, ആ മന്ന ക്രിസ്തുവിനെ കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കാലങ്ങളായിട്ട് അറിയാം. എന്നാൽ ആ മറഞ്ഞിരിക്കുന്ന മന്നയെ വെളിപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യതകളെ കുറിച്ച് ഇന്നലത്തെ വൈകിട്ടത്തെ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ സൺഡേയിൽ ഇങ്ങനെ ചിന്തിച്ചു, അടുത്ത ദിവസം അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുന്നുണ്ട്. അതായത് തലമുറകൾ കാണേണ്ടതിന് ആ മന്നയെ ഒരു പാത്രത്തിൽ സൂക്ഷിക്കുക, ഒരിടങ്ങഴി തന്നെ സൂക്ഷിക്കുക. കാരണം അവർ ഒരു ഇടങ്ങഴിയാണ് അവരുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടി പെറുക്കിയത്. ആ ഒരു ഇടങ്ങഴിയാണ് അവിടെ സൂക്ഷിക്കാൻ പറഞ്ഞത്. ഇസ്രായേലിനെ നിലനിർത്തിയ ആ ഒരു ഇടങ്ങഴി അതങ്ങനെ തന്നെ പെട്ടകത്തിൽ സൂക്ഷിക്കുകയാണ്, ക്രമിച്ചു പോകാതെ, ദ്രവിച്ചു പോകാതെ. അത് തലമുറകൾ കാണേണ്ടതിന്. തലമുറകൾ എങ്ങനെ കാണുമെന്നൊക്കെയുള്ള ചോദ്യം ഞാൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പല ആഴ്ചകളായിട്ട് ഞാൻ ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങ് ആഴ്ന്നിറങ്ങണം. ഒറ്റയടിക്ക് പറഞ്ഞു പോയ എല്ലാം ചിലപ്പോൾ ഓർത്തിരിക്കണമെന്നില്ല. എനിക്കിതിനകത്തൊരു ഗൗരവം തോന്നിയതുകൊണ്ടാണ് ഞാൻ തന്നെയും പിന്നെയും പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ അതൊരു റിപ്പീറ്റേഷൻ ആകില്ല എന്നൊക്കെ ചോദിച്ചാൽ ആയിക്കോട്ടെ, ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ. നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങണം. ആ മറഞ്ഞിരിക്കുന്ന മന്നയെ നമുക്ക് തുറന്നു കിട്ടേണ്ടതുണ്ട്. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് എന്റെ കഴിഞ്ഞ കാലങ്ങളിൽ, എന്റെ വിശ്വാസ ജീവിതത്തിൽ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന കാലം വരെ, ശുശ്രൂഷയ്ക്ക് ഇറങ്ങി സെമിനാരിയിലൊക്കെ പോയി അവിടുത്തെ പുട്ടും കടലയൊക്കെ തിന്നതാണല്ലോ കുറച്ചൊക്കെ,
ഒത്തിരി ഒന്നുമില്ലേ പോലും, കുറച്ച് പുട്ടും കടലേ ഞാൻ തിന്നിട്ടുള്ളൂ. അങ്ങനെ ആ കുറച്ച് പുട്ടും കടല തിന്ന കാലത്തൊന്നും എനിക്ക് ഈ മന്നയുടെ ശ്രേഷ്ഠതയൊന്നും വെളിപ്പെടുത്തി ആരും തന്നില്ല. ആ മന്ന എനിക്ക് മറഞ്ഞു തന്നെയായിരുന്നത്. ഞാൻ വലിയ വൻകിട സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട്, സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റർപ്രൈസസ് എന്നല്ലേ പറയുന്നത്, മൾട്ടിനാഷണൽ എന്നൊക്കെ പറയുന്ന പോലെ മെഗാ ചർച്ചൊക്കെയായി ബന്ധപ്പെട്ട് അതിന്റെ അംബർലയുടെ കീഴിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയമൊക്കെ വെയിലുള്ളാതെ അതിന്റെ അടിയിലൊക്കെ വന്ന് നിന്നിട്ടുള്ള ആളാ. ആ സമയത്ത് അവിടെയൊന്നും മന്ന പോയിട്ട് അവിടെയൊന്നും ഒന്നും പൊഴിയുന്ന കണ്ടിട്ടില്ല. അവിടെയൊക്കെ കാട ഇങ്ങനെ പറന്ന് പറന്ന് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. കാട പറന്ന് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. ഇന്നലത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ എനിക്കൊരു യൂട്യൂബ് വീഡിയോയുടെ ഒരു ലിങ്ക് അയച്ചു തന്നു. അതായത് അതിനകത്ത് ഒരു കാലത്ത് മന്ന പൊഴിയിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഉപദേശിയും പിന്നെ കാട സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഉപദേശി, അവർ രണ്ടുപേരും കൂടി മുഖാമുഖം ഇരിക്കുക. പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു തമാശ ഇപ്പിയുണ്ട്. വ്യാജന്മാരെല്ലാം കൂടെ സന്ധിക്കുന്ന ഒരിടമാണ് പോഡ്കാസ്റ്റ്. അപ്പം ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ആ രണ്ടുപേരിൽ, ഞാനിപ്പോൾ പടമൊന്നും കാണിക്കുന്നില്ല, കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് അതിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പം അതൊക്കെ ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഞാൻ അന്നേരത്തെ മെസ്സേജില് പറഞ്ഞെന്റെ നാക്ക് വായിൽ ഇട്ടില്ല. അപ്പൊ തന്നെയാണ് പെന്തക്കോസ്തും ന്യൂ ജനറേഷൻ പെന്തക്കോസ്തും കൂടെ രംഗത്ത് വരുന്നത് കാണുന്നത്. കാലാന്തരത്തിൽ ഇതെല്ലാം ഒന്നായി തീരുമെന്ന് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുക. പറഞ്ഞ് പോന്നിട്ടേ ഉള്ളൂ, അപ്പോഴാണ് ഇത് കാണുന്നത്. അവിടെയാണ് സഹോദരങ്ങളെ ചോദ്യം പ്രസക്തമാകുന്നത്. യഥാർത്ഥ മന്ന ഈ യാത്രയ്ക്ക്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് കരുത്തും ബലവും നൽകുന്ന സത്യവചനം, അത് കയ്പ് ചീരയോടുകൂടി സെർവ് ചെയ്യുന്ന ഇടങ്ങൾ ഇന്ന് കുറവാണ്. പലയിടത്തും പലതും ഒക്കെ സെർവ് ചെയ്യുന്നുണ്ട്, പക്ഷേ കയ്പ് ചീരയോടുകൂടി തന്നെ അത് സെർവ് ചെയ്യുന്ന ഇടങ്ങൾ ഇന്ന് വളരെ കുറഞ്ഞിരിക്കുകയാണ്. അതിന് നടുവിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഒത്തുകൂടിയതും ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചതും. പല ചർച്ചകളിലൊക്കെ നമ്മൾ പോയി പ്രസംഗിക്കാറുണ്ട്, നിങ്ങൾക്കും അറിയാം അതൊക്കെ. അവിടെ ചെന്ന് പ്രസംഗിച്ച് ചിലപ്പോൾ ഒരു നേരമായിരിക്കാം, ഒരു ദിവസമായിരിക്കാം, ഒന്നിലധികമായിരിക്കാം. എന്തായാലും അവിടെയുള്ള ആരെയും നമുക്ക് അങ്ങനെ കാര്യമായി പരിചയമൊന്നുമില്ല. ആ ഉപദേശിയുമായുള്ള ബന്ധത്തിലായിരിക്കും നമ്മൾ അവിടെ വർത്തമാനമൊക്കെ പറയുന്നത്. പ്രസംഗമൊക്കെ കഴിഞ്ഞ് നമ്മൾ പെട്ടിയും കിടക്കയായിട്ട് വീട്ടിലേക്ക് പോയി, തിരിച്ചുപോയി. നമ്മൾ പിന്നെ അവരെ കാണുന്നില്ലല്ലോ. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നിങ്ങളെ പിന്നെയും പിന്നെയും കണ്ടുകൊണ്ടിരിക്കുക, ആഴ്ചയിൽ പലരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പിന്നെ അടുത്തടുത്ത മെസ്സേജുകൾ കാര്യങ്ങളും ഒക്കെ പലരോടും ഉള്ള ബന്ധത്തില് ഫോർവേഡ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഗുണദോഷങ്ങൾ പറയാറുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളുണ്ടെന്ന് കൂട്ടി. അപ്പോൾ നിങ്ങൾ ഇത് എങ്ങനെയാണ് ഗ്രഹിക്കുന്നതെന്ന് അറിയാൻ ഒരു ആകാംക്ഷ എൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങൾക്കത് എത്രത്തോളം പോഷണമായി തീരുന്നു? ഈ മന്ന അകത്തേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ കരുത്തുറ്റവരായി മാറണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്വയത്തിൽ ജീവിക്കാൻ കഴിയില്ല. ആ മന്നയുടെ പോഷണത്തിൽ സ്വയത്തിന്റെ മരണം സംഭവിക്കണം. നമ്മൾ പറയില്ലേ, പിള്ളേരൊക്കെ തിന്നിട്ട് അവർക്ക് ഇതൊക്കെ കൊടുത്തിട്ട് ഒന്നും കാണുന്നില്ല, എല്ലും കൂടാരമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറയും, പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ആ ശരീരത്തിൽ പിടിക്കുന്നില്ലെന്നാ പറയുന്നത്. ശരീരത്തിൽ പിടിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടാ അറിയാം, ഒരു പുഷ്ടി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ആത്മീയത്തിൽ ആ പുഷ്ടി ഉണ്ടെങ്കിൽ അത് പാടുന്നത് കേൾക്കുമ്പോൾ, സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ, ഒരു സ്തോത്രം പറയുന്ന കേൾക്കുമ്പോൾ പല വിധത്തിൽ നമ്മൾ ഒബ്സർവ് ചെയ്യും. പല വിധത്തിൽ ഒബ്സർവ് ചെയ്യും. ഓരോരോ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ തുടക്കത്തിലൊരു വ്യത്യസ്ത രീതിയിൽ സംസാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഇടപാടുകൾ, നിങ്ങൾ ഓരോ കാര്യങ്ങളെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയത്തെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് എങ്ങനെയാണ്, ഫേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യത്തിന്റെ റിസൾട്ടിലേക്ക് വരുന്നത്. നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ കേട്ട വചനവും നിങ്ങൾ സ്വയം ധ്യാനിച്ചതും ആത്മാവിൽ നിങ്ങൾക്ക് ലഭിച്ച പോഷണങ്ങളും എല്ലാം പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ദൈവം അവസരം ഒരുക്കും. നിശ്ചയമായും പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള സാഹചര്യങ്ങളെ ഒരുക്കും, കാലാവസ്ഥ ആ രീതിയിലേക്ക് മാറ്റും. അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓരോരോ കാര്യത്തിൽ ഇടപെടുന്നത്? ഇത്രയും കാലം നമ്മളിവിടെ ഒരുമിച്ച് ദൈവവചനം കേട്ടുകൊണ്ടിരുന്നു. യൗവനക്കാരായ അവർ കേട്ടുകൊണ്ടിരുന്നു എന്ന് വിചാരിച്ചോ? ഒരു യൗവനക്കാരനായ ഒരു യുവാവും ഒരു യുവതിയും നമ്മളെ കേട്ടുകൊണ്ടിരുന്നെങ്കിൽ അവരുടെ വിവാഹ ജീവിതത്തോടുള്ള ബന്ധത്തില് അവർ പ്രവേശിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആ സമയത്ത് കല്യാണാലോചനയോടുള്ള ബന്ധത്തിൽ മലയാളിയല്ല, എല്ലാ ഇന്ത്യക്കാരനും ശരിയാ, ഇത്ര ലക്ഷം രൂപ എനിക്ക് സ്ത്രീധനം വേണമെന്ന് പറഞ്ഞ് കൊങ്ങായിക്ക് പിടിക്കാൻ പോകുന്ന പരിപാടിയുണ്ട്. അങ്ങനത്തെ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനു വന്ന് കേട്ടെന്നുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത്.
നിങ്ങൾ എന്നതാ അപ്പൊ മനസ്സിലാക്കിയത്? നിങ്ങളൊന്നും ഗ്രഹിച്ചിട്ടില്ല. ആ മന്ന നിങ്ങൾക്ക് പോഷണമായില്ല. ആ മന്ന നിങ്ങൾക്ക് അശേഷം പോഷണമായില്ല. നിങ്ങൾ മന്ന ഭക്ഷിച്ചില്ല. നിങ്ങൾ പെറുക്കി കാണും. പെറുക്കി ഏതെങ്കിലും മൂലയ്ക്ക് വെച്ച് കാണും. പിന്നീട് നിങ്ങൾ അത് ഭക്ഷിക്കേണ്ട രീതികളുണ്ട്. നിങ്ങൾ അതിലേക്കൊന്നും പോയില്ല. അതുപോലെ തന്നെ നിങ്ങളെ വിവാഹത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു മാന്യമായ സദസ്സാണത്. ആ മാന്യമായ സദസ്സില് ആ പിള്ളേരെ കുറിച്ച് അധികം പറയാനില്ല. മര്യാദക്ക് തലമുടിയൊക്കെ വെട്ടി ഒതുക്കി വരണം. പിന്നെ പന്ത് കളിക്കാരൻ മെസ്സി, നെയ്മർ എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ വരയും കുറിയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ആൾക്കാർ ഉയ്യോ ഇത് എന്നാന്ന് ചോദിക്കും. സാധാരണ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, എങ്ങും കണ്ടിട്ടില്ല. കല്യാണത്തിനൊക്കെ വരുന്ന നല്ല അച്ചടക്കത്തിൽ ആൺപിള്ളേർ വരുന്നത്. ഇപ്പോഴത്തെ കാലത്ത് പണ്ടൊക്കെ മുണ്ട് ഷർട്ടൊക്കെ ആയിരുന്നു, ഇപ്പൊ കോട്ട് സൂട്ടൊക്കെ ഇട്ടാ വരുന്നത്. അതായത് വെൽ ഡ്രസ്ഡ് എന്നുള്ള രീതിയിൽ. അതേസമയം പെൺകുട്ടികൾ വരിക എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളോടുള്ള ബന്ധത്തിൽ സഹോദരിമാർ കോപിക്കരുത്, ഇറങ്ങിപ്പോകരുത്, പറഞ്ഞു തീരുന്നവരെ ഇരിക്കണം. സാധാരണ സോപ്പ്, ചീപ്പ്, കണ്ണാടി, വണ്ടിയുടെ ടയറ് അല്ലെങ്കിൽ വേറെ എങ്ങനെയുള്ള സാധനത്തിന്റെ ഒക്കെ പരസ്യത്തിൽ വരുന്നത് എല്ലാത്തിലും പെണ്ണുങ്ങളെ കൊണ്ടുവയ്ക്കുന്നത്. അതിന് ആണുങ്ങളെ നിർത്തി കഴിഞ്ഞ് നോക്കില്ലേ എന്നാ പരിപാടിക്കാണേലും. കാരണം അവരെ ഈ ഒരു സമൂഹം അവരെ ഉപയോഗിക്കുകയാണ്. അത് അവർ മനസ്സിലാക്കുന്നില്ല. അതായത് ഈ പരസ്യത്തിൽ വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരെ അവർക്കൊരു ഏണിങ്സിന് വേണ്ടിയിട്ടാണ് അവർ അതിലൊക്കെ അഭിനയിക്കുന്നത്. ഞാൻ പറയുന്നത് സൊസൈറ്റിയുടെ മനോഭാവം പറയുന്നത്. ഇവരെ പ്രൊജക്റ്റ് ചെയ്യാണ്. ഇവരെ ഇങ്ങനെ ഷോക്കേസിലേക്ക് കൊണ്ടുവരികയാണ്. കണ്ടോ 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 എല്ലാവരും കണ്ടോ എന്നുള്ള രീതി. നമ്മളെ സംബന്ധിച്ച് നമുക്ക് വിശുദ്ധ തിരുവഴുത്തിന്റെ വെളിച്ചത്തിൽ നിൽക്കുന്നവരാ നമ്മൾ. കോടാനുകോടി മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. അതിൽ വളരെ കുറച്ചേ ഉള്ളൂ വീണ്ടെടുക്കപ്പെട്ടവർ, കുഞ്ഞാടിന്റെ രക്തത്തിന്റെ കഴുകൽ പ്രാപിച്ചവർ. ആ കഴുകൽ പ്രാപിച്ചവരോടുള്ള ബന്ധത്തിലെ നമ്മൾ സംസാരിക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാൻ നമുക്ക് എന്നാ അവകാശം? ഒരു അവകാശവും ഇല്ല. അവരെന്തെങ്കിലും ചെയ്യട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞ നമ്മുടെ ഈ പെൺകുട്ടി ആ വിവാഹവേദിയിലേക്ക് വരുമ്പോ ആ ചെറുക്കൻ വന്നത് നോക്കിയേ. അവൻ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടാ വന്നത്, മാന്യമായിട്ടാ വന്നിരിക്കുന്നത്. അപ്പോ ഈ പെൺകുട്ടിയെ കോലം കെട്ടിച്ചാ പലപ്പോഴും കൊണ്ടുവരാറ്. ആളുകളുടെ എല്ലാം ശ്രദ്ധ ഈ ചെറുപ്പക്കാരനിലേക്കല്ല, ഈ പെൺകുട്ടിയിലേക്കാണ് ശ്രദ്ധ പോകുന്നത്. കാരണം എന്താ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കല്യാണത്തോടുള്ള ബന്ധത്തില് ഈ ആൺകുട്ടിയും പെൺകുട്ടിയും വരുമ്പോ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഈ പെൺകുട്ടിയാ. അതെന്നാ? അവരാണ് കൂടുതൽ കോലം കെട്ടി വരുന്നത്. ജെന്റിലായിട്ട് വരിക എന്നുള്ള കാര്യം വളരെ കുറച്ച് പെൺകുട്ടികൾക്ക് മാത്രമേ അറിയാവൂ. അവരെല്ലാം ചിന്തിക്കുന്നത് എന്നറിയോ? കല്യാണം ഒരിക്കലല്ലേ ഉള്ളൂ. അപ്പോ ഇന്ന് അടിച്ചു പൊളിച്ചങ്ങ് പോയേക്കാന്നുള്ളത് അവർ ചിന്തിക്കുന്നത്. പണ്ട് ഞാന് ഈ ബാംഗ്ലൂരിൽ ഒരു പാസ്റ്റേഴ്സ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോയി. ആക്ച്വലി ഞാൻ അതിൽ പങ്കെടുക്കാൻ പോയതല്ല. എനിക്കറിയാവുന്ന ഒരു ദൈവദാസൻ അവിടെ വന്നിട്ടുണ്ട്. അവരുടെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഒത്തിരി പാസ്റ്റേഴ്സ് അവിടെ കൂടിയിട്ടുണ്ട്. അതായത് അവരുടെ ഫാമിലി കോൺഫറൻസോ മറ്റോ. പാസ്റ്റർമാരും അവരുടെ ഭാര്യമാരും ഒക്കെ ഉണ്ട്. ആ മീറ്റിംഗിൽ അമേരിക്കയിൽ കഴിഞ്ഞ് 32 വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന, അന്നേരം പറഞ്ഞ വാക്കാ, 32 വർഷമായിട്ട് അമേരിക്ക താമസിച്ചുകൊണ്ടിരുന്ന ഒരു അമ്മച്ചി, പ്രായമുള്ളതാ, വളരെ പ്രായമുള്ളത്. അപ്പം പുള്ളിക്കാരി പറഞ്ഞത് ഏണ്ട് 10-15 വയസ്സിലെങ്ങാണ്ട് വിശ്വാസ വഴി വന്നൊരു കാര്യമാണ്. അങ്ങനെ വിവാഹത്തോടുള്ള ബന്ധത്തില് പിന്നത്തേതിൽ കേരളത്തിന് വെളിയിൽ കുറച്ചു കാലം ജീവിച്ചു. അത് കഴിഞ്ഞ് അമേരിക്കയിലേക്ക് പോകേണ്ടി വന്നു. കാരണം ഹസ്ബൻഡിന്റെ കൂടെ പോയതാണ്. താനൊരു ഹൗസ് വൈഫ് എന്നുള്ള നിലയിൽ അമേരിക്കയിലായിരുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ പാസ്റ്റർമാരുടെ ഭാര്യമാരുടെ നേരെ തിരിഞ്ഞിട്ട് ആ അമ്മിച്ചി പറയുക, അമേരിക്കയിലാകട്ടെ, ബാംഗ്ലൂരിലാകട്ടെ, ഇന്ത്യയിലാകട്ടെ, സൗരിമാരെ, നിങ്ങളുടെ അളവിനുള്ള വസ്ത്രങ്ങൾ, ചുരിദാറോ അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും ഇവിടെ ഒരു ഷോപ്പിലും ഇല്ല കേട്ടോ എന്ന്. നിങ്ങളുടെ അളവിലുള്ളതൊന്നും ഇല്ലെന്ന്. ആ പറഞ്ഞതിനകത്തൊരു ആശയമാണ്. അളവിലുള്ളത് ഇല്ലെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങളെ കോലം കെട്ടിച്ചൊരു വല്ലാത്ത പരുവത്തിലാക്കുക എന്നുള്ളതാണ് സാത്താന്യ ലോകത്തിന്റെ എക്കാലത്തെ ഉദ്ദേശം. അപ്പം നിങ്ങളെ ഒരു ഹാസ്യ വിഷയമായി മാറണം. മറ്റുള്ളവരുടെ നോട്ടത്തിലേ നിങ്ങളൊരു ഹാസ്യ വിഷയമായി മാറണം. അതിന് ഉതകുന്ന എല്ലാ കാര്യവും അവൻ ഒപ്പിക്കും. അപ്പൊ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ഞാൻ അത്ഭുതപ്പെട്ടു. ഈ അമേരിക്കയിൽ അത്രയും വർഷം ജീവിച്ചിട്ട് ഞാൻ എൻ്റെ മക്കളെയും കൊച്ചുമക്കളെ ആ നിലയിലാണ് പഠിപ്പിച്ചു കൊണ്ടുവന്നത്. അവരെ ആ രീതിയിലാണ് സജ്ജമാക്കി കൊണ്ടുവന്നത്. അവർക്കെല്ലാവർക്കും ആ കാര്യത്തിൽ ബോധ്യം ഉണ്ടെന്നൊക്കെ വാത്സല്യ മാതാവ് പറയുന്ന കേട്ടപ്പോ, ചുമ്മാ ഒരാളെ കാണാൻ പോയി അദ്ദേഹം ഇറങ്ങി വരുന്നവരെ ആ സൈഡിൽ നിന്ന് കേട്ട ഞാൻ ഇന്നും അതൊന്നും മറന്നിട്ടില്ല. ഒരുപക്ഷെ അതും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ സമയത്ത് ഞാൻ അവിടെ പോയത്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയും അത് കേരളത്തിലെയാണ്, അത് ഇന്ന സ്ഥലത്തെയാണ്, അത് കുട്ടനാട്ടിലെയാന്നൊക്കെ പറഞ്ഞു കളയും. ഏത് കുട്ടനാട്? ഇത്രയും വർഷം ലോകത്തിന്റെ പളപളപ്പിൽ ജീവിച്ചിട്ട് വന്നിട്ടാണ് ആ വാത്സല്യ മാതാവ് പറയുന്നത്, നമുക്ക് ലോകത്തിൽ എവിടെയും ജീവിക്കാം,
ജെന്റിലായിരിക്കണം. ഓക്കെ, കണ്ടമാനം പരത്തുന്നില്ല. ഈ വിവാഹത്തോടുള്ള ബന്ധത്തിൽ വരുന്ന പെൺകുട്ടി, ഞാൻ ആദ്യം പറഞ്ഞു, സീറ്റാനിക് വേൾഡ് നമ്മളെ ഒരു വിൽപ്പന ചരക്ക് പോലെയാക്കും. അപ്പം നമ്മളെ ഒരുക്കാൻ വരുന്ന ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടീഷ്യൻ എവിടെന്നാ വരുന്നത്? ബ്യൂട്ടീഷ്യൻ വരുന്നത് അങ്ങ് പാതാള ലോകത്തു നിന്നാ. കാരണം അവര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകത്തിൽ നിൽക്കുന്ന ആളുകളൊന്നുമല്ല. അയ്യോ, നമ്മൾ ഇതൊക്കെ സാധാരണ പറയുമ്പോ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കയറി വരുന്നതെന്നൊരു പിടിയില്ലല്ലോ. നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ടാണ് ആളുകൾ നമ്മളെ അതിവിശുദ്ധൻ എന്ന് വിളിക്കുന്നത്. അയ്യോ, ഈ ലോകക്കാരെല്ലാം മാന്യമായിട്ട് കല്യാണമൊക്കെ അടിച്ചു പൊളിച്ച് നടത്തുമ്പോ ഇങ്ങനെ പോലെയുള്ള ആളുകൾ അതിനെല്ലാം ഇടങ്കോലിടും അവർ പറയുന്നത്. ഇടങ്കോലിടും. അന്നത്തെ ദിവസമെങ്കിലും അവരൊരു സ്വാതന്ത്ര്യത്തോടെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് വരട്ടെ എന്നാ ഇവർ പറയുന്നത്. നമ്മൾ ഈ അന്നത്തെ ദിവസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അതിലപ്പുറം ഒരു ദിവസം വേറെ ഇല്ല. പിന്നീട് വേറെ പല ദിവസങ്ങളും ഇല്ലേ? പിന്നീട് നമ്മൾ മരിക്കുന്ന ഒരു ദിവസമുണ്ട്. അതിനൊന്നുമല്ല പ്രാധാന്യം. അതിലും വലിയ പ്രാധാന്യം ഞാൻ കൊടുക്കുന്ന ഇതാ. നമ്മൾ മരിക്കുന്നത് നമ്മൾ മാത്രമേ അറിയുന്നുള്ളൂ. പിന്നെ മരിച്ചു കഴിയുമ്പോൾ നാട്ടുകാർ കാണുമെന്ന് മാത്രം. പക്ഷെ ഈ വിവാഹദിനം അങ്ങനെയല്ല. നമ്മളെ ചേർത്ത് നിർത്തുന്ന നമ്മുടെ ദൈവഭൃത്യന്മാര്, കൂട്ടു സഹോദരങ്ങള്, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, ദേശനിവാസികളെല്ലാം ഒത്തുകൂടിയിരിക്കുക അവിടെ. അവരുടെ മുമ്പിൽ നമ്മള് കർത്താവിന്റെ സഭയുടെ റെപ്രസെന്റേറ്റീവ് എന്നുള്ള നിലയിലാണ് ഈ പെങ്കൊച്ചു നിൽക്കുന്നത്. പയ്യൻ നിൽക്കുന്നത് എങ്ങനെയാന്ന് നമുക്കറിയാം. അപ്പോ സഭയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവൾ അവിടെ നിൽക്കുമ്പോൾ എന്തൊരു ഉത്തരവാദിത്വമാണ് അവളുടെ മേല്. സഭ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്. അവളെ കാണുന്നവർ അവളെ കാണരുതെന്നൊരു ചിന്ത അവൾക്ക് വരുന്നില്ലെന്നേ. എന്നെ കാണുന്നവർ വാക്കും ഭാഷണവും കൂടാതെ തന്നെ സഭയെ തിരിച്ചറിയണം. ദേവദാസന്മാരിവിടെ സഭയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ആളുകൾ എന്നെ നോക്കിയാൽ അവരുടെ ഉള്ളിലേക്ക് ആ ഒരു ചിന്തയല്ലാതെ മറ്റൊരു ചിന്തയോ മറ്റൊരു ക്രിറ്റിസിസോ ഒന്നും ആളുകളിൽ നിന്ന് വരാൻ ഇടവരാതെ വണ്ണം ഞാൻ ജാഗ്രതയുള്ളവളായിരിക്കും എന്ന് അവൾ ചിന്തിക്കണ്ടേ. ഇതൊക്കെ ചിന്തിക്കണമെങ്കിൽ ഈ മന്ന ഭക്ഷിക്കണമെന്നാ പറഞ്ഞത്. മന്ന ഒരിടങ്ങഴി പെറുക്കി പാത്രത്തിനകത്ത് വെച്ച് കട്ടിലിനടി കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. ചിലരൊക്കെ നമ്മളിങ്ങനെ പ്രസംഗിക്കുമ്പോൾ എല്ലാം കേട്ട് ഇങ്ങനെ കുറിക്കും, ഭയങ്കര കുറിപ്പൊക്കെ കുറിക്കും. അത് ഒരിടങ്ങഴിയാ കുറിച്ചു വെച്ചേക്കുന്നത്. ആ ഒരിടങ്ങഴി അങ്ങനെ തന്നെ ഇരിക്കുക, അത് കൃപിച്ചു അത്ര തന്നെ. അത് പോഷണമായി മാറുന്നില്ലെന്ന്. പോഷണമായി മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാം. ഓരോരോ കാര്യങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ടല്ലോ. മറ്റൊരാൾ ഉപദേശിക്കേണ്ട ആവശ്യമില്ലെന്ന് പോലും യോഹന്നാന്റെ ലേഖനത്തിലുണ്ട്, അല്ലേ? മറ്റൊരാൾ ഉപദേശിക്കേണ്ടാത്ത രീതിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അനുദിനം വഴി നടത്തും. അപ്പൊ അങ്ങനെ വഴി നടത്തണമെങ്കിൽ മന്നായുടെ ബലത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. മന്നയുടെ ബലത്തിലാണ് നമ്മൾ മുൻപോട്ട് പോകേണ്ടത്. അവിടെയാണ് തുടക്കത്തിലെ ചോദ്യങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. നിങ്ങൾ എത്ര പേര് ഈ കാര്യം പിന്നീട് ചിന്തിച്ചു? ഈ വിഷയത്തെക്കുറിച്ച് ഒറ്റയൊരു ചോദ്യം ആരെങ്കിലും ഒരാൾക്ക് പറയാവോ? ഞങ്ങൾ പിന്നീട് ഈ വിഷയത്തെക്കുറിച്ച് കുലങ്കഷം വേണ്ട, ഞങ്ങൾ പിന്നെയും ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചു, ധ്യാനിച്ചു എന്ന് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമോ? അപ്പൊ എനിക്ക് ഇതൊക്കെ അറിയാനുള്ള ആങ്സൈറ്റി ഉണ്ട് സഹോദരങ്ങളെ. ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മൾ. ഞാൻ സാധാരണ പറയാറില്ലാത്തൊരു കാര്യം എൻ്റെ ഉള്ളില് സങ്കടകരമായി കിടക്കുന്ന എന്തെന്ന് വെച്ചാൽ, പല മെസ്സേജുകളുടെയും ഉള്ളിൽ കാമ്പുള്ള കാര്യങ്ങളുണ്ട്. ആ കാമ്പുള്ള കാര്യങ്ങള് ഇപ്പൊ നമ്മള് ഈ അവിയല് സാമ്പാറൊക്കെ കഴിക്കുമ്പോൾ അതിനകത്തൊരു സാധനമാണ് മുരിങ്ങാക്കോൽ എന്ന് പറയും. ആ മുരിങ്ങ അത് ചുമ്മാ തമാശക്ക് ഇട്ടിരിക്കുന്നല്ല, അതിനകത്തുള്ളതെല്ലാം നമ്മൾ കടിച്ചെടുക്കും. അതിനകത്തുള്ള അതിന്റെ പുറന്തോടാ നമ്മൾ കളയാറുള്ളൂ, അല്ലേ? അതുപോലെ തന്നെ ഈ നോൺ വെജ് ഒക്കെ കഴിക്കുമ്പോൾ ചില ആൾക്കാര്, നല്ല കരുത്തുറ്റ പല്ലുള്ള ആൾക്കാര്, അവരത് പപ്പടം പോലെ പൊടിച്ചെടുക്കും. എല്ലാവരുടെയും കാര്യമല്ല. അതിനകത്താണ്, ആ എല്ലിനകത്താണ് അതിന്റെ കാമ്പിരിക്കുന്നത്, അല്ലേ? അതിന്റെ കാമ്പിരിക്കുന്ന എല്ലിനകത്താണ്. അതുകൊണ്ട് അവര് അതിനകത്തുനിന്ന് ആ ജീവരസം എന്നൊക്കെ പറഞ്ഞതുപോലെ അത് മുഴുവനും വലിച്ചെടുക്കും. അതിൽ പോഷണം വലിച്ചെടുക്കും. എന്നിട്ട് അതിന്റെ ബാലൻസ് വേസ്റ്റ് കളയുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ആത്മീയത്തിൽ നമ്മൾ ഇങ്ങനെ പങ്കുവെച്ചു പോകുന്ന കാര്യങ്ങൾ അതാത് സമയത്ത്. ഈ അടുത്തിടയ്ക്ക് ഞാനൊരു സഹോദരനോട് ചോദിച്ചു, ഇന്ന പോലെ ഒരു മെസ്സേജ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ആ മെസ്സേജിന്റെ ഉള്ളടക്കം എങ്ങനെയാ ഗ്രഹിച്ചിരിക്കുന്നത്, ഒരു റിപ്പോർട്ട് തരാമോന്ന് ചോദിച്ചിട്ട് 2 മാസം കഴിഞ്ഞു. ആ മെസ്സേജിന് എന്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, ആ കാരണത്താലാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്. അദ്ദേഹം ഇതുവരെ റിപ്പോർട്ട് തന്നില്ല.
അദ്ദേഹം ഒഴിഞ്ഞു മാറിപ്പോയി. മറ്റൊരു സഹോദരൻ പാപവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ അങ്ങനെ ഒരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ടല്ലോ സഹോദരൻ, ഈ ചോദ്യത്തിന്റെ ഉത്തരമല്ല അതിനകത്തുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യുക, ആ മെസ്സേജ് എല്ലാം കേട്ടിട്ട് അതിൽ നിന്ന് എന്ത് മനസ്സിലായെന്ന് ഒരു റിപ്പോർട്ട് എനിക്ക് തരണം. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ദൂരെയായി ഇരിക്കുന്നതെങ്കിലും സാരമില്ല, ബ്രദർ കേൾക്ക്, മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരിക്കാം, എന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. പുള്ളി പോയ വഴിക്ക് പുല്ല് കിളുത്തിട്ടില്ല. അതെല്ലാം സംഭവിച്ചതിന് ശേഷമേ നമ്മൾ ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. ഞാൻ ബ്രദറിനെ ഇനി ഒരു കാര്യങ്ങൾ സെൻഡ് ചെയ്യോ ഫോർവേഡ് ചെയ്യോ ഒന്നുമില്ല. ബ്രദർ ഇനി അതിനകത്തൊരു സ്റ്റെപ്പ് വെക്കണം. അങ്ങനെ സ്റ്റെപ്പ് വെക്കുന്ന കാണുമ്പോൾ മാത്രമേ ബ്രദർ ഈ വിഷയത്തിൽ സീരിയസ് ആണ്, നമുക്ക് ഇങ്ങനെ ഒരു ഫെലോഷിപ്പ്, ഇങ്ങനെ ഒരു ബന്ധം മുന്നോട്ട് തുടരേണ്ടതുള്ളൂ എന്ന് ഞാൻ ധരിക്കും. അതല്ല മറിച്ചാണെങ്കിൽ പിന്നെ ഞാൻ നിശബ്ദമായിരിക്കും എന്ന് പറഞ്ഞു. മാസങ്ങൾ കഴിഞ്ഞുപോയി. ഞാൻ അത്ഭുതപ്പെടുകയാണ്. എത്ര ഈസി ആയിട്ടാണെന്നറിയാവോ എന്നെ എടുത്ത് പെരിയാറ്റിലേക്ക് വലിച്ചെറിഞ്ഞത്. ശരിക്കും എന്നെ തൂക്കിയെടുത്ത് എറിഞ്ഞു കളഞ്ഞു. ഇങ്ങേരുടെ ഒരു സഹായം എനിക്ക് ആവശ്യമില്ല. ഞാനൊരു ചോദ്യം ചോദിച്ചു എന്നല്ലേ ഉള്ളൂ. ഇങ്ങനെ മെക്കെട്ട് കയറേണ്ട ആവശ്യമുണ്ടോ? അതായത് നമുക്കിനി കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും വേണ്ട, കൂടുതൽ പഠിപ്പിക്കണ്ട എന്നുള്ളതാണ് അദ്ദേഹം ചിന്തിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാ. അല്ലെങ്കിൽ എന്തെങ്കിലും പറയില്ലേ. നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ഇതെല്ലാം പോഷണമാകുന്നു. ന്യൂസിലാൻഡിലുള്ള സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ ന്യൂസിലാൻഡിലെ ഉപദേശിമാർ അന്വേഷിക്കണം കാര്യങ്ങൾ. അവര് നാട്ടിലുള്ള പ്രൊഫഷണൽ പാസ്റ്റേഴ്സിനെ പോലെയുള്ള പാസ്റ്റേഴ്സ് അല്ലെന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. നാട്ടിലൊക്കെ ആണെങ്കിൽ പാസ്റ്റേഴ്സ് ഒരു കറക്കമുണ്ട്. അപ്പൊ അവരങ്ങനെ കറങ്ങി പോകുമ്പോൾ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തും. പിന്നെ അവിടെ മക്കൾ അവിടെ എങ്ങനെയാണ്, ഓസ്ട്രേലിയയിൽ എങ്ങനെയാ, ന്യൂസിലാൻഡിൽ എങ്ങനെയാ, ഇതൊക്കെ ചോദിച്ച് പിന്നെ ചേന നട്ടതിന്റെ കാര്യവും ഒക്കെ പറഞ്ഞ് അവസാനം എന്നാ ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളങ്ങ് ഇറങ്ങുക. അത്രേ ഉള്ളൂ. ന്യൂസിലാൻഡിൽ ആ കളി കളിക്കരുത് ഉപദേശിമാരെ. ഒരു ഉപദേശി ഉള്ളൂ തോന്നുന്നു, മറ്റേ ഉപദേശി യാത്രയിലാ. ഇപ്പൊ ന്യൂസിലാൻഡിലെ ഉപദേശിമാരോട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ഈ ആളുകളൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അവരെന്ത് ഗ്രഹിച്ചു എന്ന് എനിക്കിപ്പോ ന്യൂസിലാൻഡിൽ വന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ തന്നെ ചോദിക്കണം, ചോദിച്ച് മനസ്സിലാക്കണം. സ്വാഭാവികമായി ന്യൂസിലാൻഡിൽ കൊടുക്കുന്ന ഫുഡ് വേറെയുണ്ട്, ഇത് അഡീഷണൽ ഫുഡാന്ന് ഓർക്കണം. യെസ്, ഇത് അഡീഷണൽ ഫുഡാണ്. അപ്പോൾ ഇതിന്റെ ഒക്കെയും കൂടി പോഷണം കാണണം, ലൈഫിൽ കാണണം. ഓരോരോ കാര്യത്തോടുള്ള ബന്ധത്തില് വചനത്തിന്റെ വെളിപ്പാടുകളാകട്ടെ, ഈ പറഞ്ഞ ഇടപാടുകളാകട്ടെ, അതിലെല്ലാം ലൈഫിൽ അത് കാണണം. ഇപ്പൊ പല കാര്യങ്ങളും കാണുമ്പോൾ പലർക്കും മനസ്സിലാകുന്നില്ല. നമ്മുടെ സഹോദരങ്ങള് ഈ മന്നായുടെ പോഷണത്തിൽ കണ്ണ് തുറക്കൂ എന്നുള്ളതും കൂടെ ഞാൻ പറയുന്നത്. ഈ മന്ന ഇങ്ങനെ ഭക്ഷിച്ചു കഴിഞ്ഞാലേ കണ്ണിനൊരു പ്രകാശം ലഭിക്കും. ഷോർട്ട് സൈറ്റ് ഒക്കെ മാറി നല്ല പ്രകാശം ലഭിക്കും, നല്ല കണ്ണുകളായിട്ട് മാറും. ആത്മീയ കാര്യത്തിലായി പറയുന്നത്. ദൂരവേ ഉള്ള കാര്യങ്ങൾ പോലും നമുക്ക് അഡ്വാൻസ് ചെയ്ത് മനസ്സിലാകും. രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരുന്ന കാണുമ്പോൾ ആ വരവൊരു പന്തി അല്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെയാന്നേ. ചില ഉപദേശിമാരൊക്കെ വാല് വെക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം, ഇത് സംഭവം പോയി അവിടെ അവസാനിക്കുകയുള്ളൂ എന്ന്. ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു മെസ്സേജിന് വേണ്ടിയിട്ടൊരു കാര്യം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാ ചില കാര്യങ്ങൾ എനിക്ക് സെർച്ച് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ സെർച്ച് ചെയ്ത് പോയപ്പോഴാണ് സ്വീഡനിൽ 1,00,000-ലധികം പേരുണ്ടായിരുന്ന ഒരു ചർച്ചിന്റെ പാസ്റ്റർ ആയിരുന്നു ഉൾഫ് എക്മാൻ. ഇവിടെ ബാംഗ്ലൂരിൽ എം എ വർഗീസിന്റെ നാട്ടിൽ നമ്മുടെ തങ്കുച്ചായൻ അങ്ങനെയുള്ളവരുടെ ഒക്കെ അടുക്ക് വന്ന് കഴ്സ് ബ്രേക്കിംഗ് ഒക്കെ നടത്തിയിട്ടുള്ള വിശ്വപ്രസിദ്ധനായ ഉൾഫ് എക്മാൻ. ആ ഉൾഫ് എക്മാൻ ഇപ്പോൾ കാത്തലിക് ചർച്ചിന്റെ പ്രധാന അംബാസിഡർ ആയിട്ട് അവരുടെ ഇടയിൽ മരിയോളജി ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളിയാ. ഈ 1,00,000 പേര് കൂടിക്കൊണ്ടിരുന്ന ആ ചർച്ച് അദ്ദേഹം തിരിച്ചു വിട്ടു. നിങ്ങൾക്ക് ഏതിൽ വേണേലും പോവാം, ഞാനും എൻ്റെ ഭാര്യയും മാതാവിനെ സേവിക്കുന്നു പറഞ്ഞു. ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ മാതാവിനെ സേവിക്കും, പിന്നെ ഞങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ചൊക്കെ ഇടയ്ക്ക് പറയും, അത്ര തന്നെ. അപ്പൊ അദ്ദേഹം ബാംഗ്ലൂരിൽ ഈ പറഞ്ഞ സ്ഥലത്തും കോട്ടയത്തൊക്കെ വന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയവും അദ്ദേഹം കാത്തലിക്കിലേക്ക് പോയ പീരീഡും ഇവിടെ വന്നതിന് ശേഷം ഒരു 3-4 മാസത്തിനുള്ളിലാണ് അദ്ദേഹം പോയത്. അദ്ദേഹം പോയ സമയത്ത് ഇറക്കിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിൽ പറഞ്ഞത്, കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ സത്യാന്വേഷണത്തിലായിരുന്നു. അങ്ങനെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന സത്യത്തിലേക്ക് ഞാൻ എത്തി. ട്രൂ ചർച്ച് എന്ന് പറയുന്ന കാത്തലിക് ചർച്ചാണ്. അപ്പോൾ ഈ അന്വേഷണത്തിനിടയിലാണ് കോട്ടയത്ത് വന്ന് ശാപം മുറിച്ചതും ബാംഗ്ലൂർ വന്ന് മുറിച്ചതും. കഴിഞ്ഞ 1 മാസമായിട്ട് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവുണ്ട് ആ പറഞ്ഞ കാര്യത്തിൽ. കാരണം കോട്ടയത്തും ബാംഗ്ലൂരും വന്നതിന് ശേഷമാണല്ലോ അന്വേഷണം ആരംഭിച്ചത്. ഇതല്ലെന്നേ, അതിനൊക്കെ മുമ്പേ പുള്ളി അന്വേഷണത്തിലായിരുന്നു. പുള്ളിക്ക് തന്നെ ഉറപ്പില്ലായിരുന്നു. അവരുടെയൊക്കെ മുമ്പിൽ പോയിരുന്നിട്ടാണ് ആളുകള് ശാപം മുറിക്കാനിരിക്കുന്നതും
തിരുവായ്മൊഴികൾ കേൾക്കാനിരിക്കുന്നു ഒക്കെ. ജനം വഞ്ചിക്കപ്പെടുകയല്ലേ. അപ്പൊ ഇതിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് കരുത്തുറ്റവരായി മാറാമെന്നുള്ളതാണ് ഈ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുകയായിരിക്കും, പാസ്റ്റർ വാക്യമൊന്നും വായിക്കുന്നില്ലല്ലോ. 24 മണിക്കൂറും വാക്യം വായിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ. ഈ പറയപ്പെട്ട ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കത് ആത്മാവിൽ തിരിച്ചറിയാൻ കഴിയണം, എന്താണ് ഏതാണെന്നൊക്കെ. ഇപ്പോ പെന്തക്കോസ് ലോകത്തും ബ്രദറൻ ലോകത്തും വലിയ ഡിസ്കഷൻസ് നടക്കുന്ന ഒരു കാര്യമാണ് എക്സ്റ്റേണൽ ഡെക്കറേഷൻസ് അഥവാ ആഭരണധാരണം എന്നുള്ള വിഷയം. ഓരോ ദിവസവും പുതിയ പുതിയ വീഡിയോസ് വരികയാണ് ഓരോ ശുശ്രൂഷകന്മാരുടെ. ബ്രദറൻ സമൂഹത്തിൽ അവർ തുടങ്ങി വെച്ചൊരു കാര്യമാണ്. അവിടുത്തെ റിട്ടയർഡ് IAS ഓഫീസർ ജെയിംസ് വർഗീസും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ബ്രദറൻ സമൂഹത്തിലെ ലിബറലുകളാണ് അത് തുടങ്ങി വെച്ചത്. അത് കഴിഞ്ഞ് ബ്രദറനിലെ തന്നെ വേറെ ആളുകൾ അതിനെ ഖണ്ഡിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അവരും അവരുടെ മെസ്സേജുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒത്തിരി ആളുകൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഡാമിയനും ക്ഷമ ലഭിക്കാത്ത ഭാര്യയും ഇവരൊക്കെ വന്നിട്ട് അവരുടെ വക അവരൊക്കെ കാര്യങ്ങളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ടാണ് അവരുടെ പോഡ്കാസ്റ്റ് സംവിധാനത്തിലൂടെ ഇത് പറയുന്നത്. അതായത് ഇങ്ങനെ കുറെ മാലയും കമ്മലും പുലിസോ ഏതാണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ പൊക്കി പിടിച്ച് കാണിച്ചിട്ട് അതിന്റെ വചനവിരുദ്ധതയോ അതിന്റെ അതോ ഇതോ എന്നൊക്കെ പറഞ്ഞൊക്കെ. ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ പെരിഫറൽ ലൈനിൽ നിന്ന് കണ്ട കാര്യങ്ങളാണ്. അതും കഴിഞ്ഞിട്ട് ഇന്നലെയും മിനിങ്ങാന്നൊക്കെ വേറെ പെന്തക്കോസ്റ്റിലെ ദൈവദാസന്മാര് അവരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് ധരിക്കണമെന്ന് വാദിക്കുന്നവരും അതുപോലെ അത് വചനവിരുദ്ധമാണ്, അത് വചനത്തിൽ ഇല്ല, മലയാളികളുടെ ഗിർക്കാണ് എന്ന് പറയുന്നവരും, ഈ രണ്ട് കൂട്ടരും പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കാലങ്ങളായിട്ട് പരമ്പരാഗതമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതൊന്നും വേണ്ടാന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഈ പഴയ നിയമത്തിലെ കുറെ വാക്യങ്ങൾ എടുത്ത് വെച്ചുകൊണ്ട് വന്നാണ് അവരത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഇനി അങ്ങനെ വചനത്തിലില്ല ഇങ്ങനെ വചനത്തിലില്ല എന്ന് പറയുന്ന ആൾക്കാർ പറയുന്ന എല്ലാം ഫൂളിഷ്നെസ് ആണ്. അതാണ് അതിലും വലിയ തമാശ. അതൊക്കെ ഇപ്പൊ പറയുന്നൊന്നുമല്ല. അതൊക്കെ പെന്തക്കോസ്ത് മൂവ്മെന്റ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെയുള്ള കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിലെ മുഴങ്ങിയ കാര്യങ്ങളാണ് ഇപ്പൊ ആളുകൾ എടുത്ത് പറയുന്നത്. പുതിയ കാര്യങ്ങളൊന്നും അല്ല. അപ്പം ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ രണ്ട് വാക്ക് പറയാനായിട്ട് ഒരു സാവകാശം കിട്ടിയാൽ ഇതൊന്നും ഉപയോഗിക്കാത്ത സഹോദരിമാർ എവിടെ ഇരിക്കുന്നതിൽ ഏറിയ പങ്കും. നമ്മുടെ സഹോദരിമാരിൽ എത്ര പേര് ഈ കാര്യത്തെക്കുറിച്ച് അതിന്റെ മേജർ ആയിട്ടുള്ള പോയിന്റ്സ് പറയാൻ എത്ര പേർക്ക് കഴിയും? ഇപ്പൊ ഞാൻ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ ഓരോരുത്തരുടെ നേരെ ഞാൻ കൈ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഈ പറയപ്പെട്ട നിലയിലുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എനിക്ക് കാണാം. നിങ്ങളിൽ എത്ര പേര് സമഗ്രമായി ഇതിന് മറുപടി പറയും? മറുപടി പറയാനുള്ള കേപ്പബിലിറ്റി നിങ്ങൾക്കുണ്ടോ? മറുപടി പറയണമെങ്കിൽ ആ വിഷയം തറവായി പഠിക്കണം. അതിന് ലിങ്ക് ചെയ്യുന്ന പോയിന്റ്സ് ഉണ്ട്. ലിങ്ക് ചെയ്യുന്ന പോയിന്റ്സ് റിസർച്ച് ചെയ്യണം. നിങ്ങൾ കാര്യങ്ങളെ അന്വേഷിച്ച് പോകണം. നോക്കണം, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവര് ഓർണമെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അമേരിക്കയിലാകട്ടെ യൂറോപ്പിലാകട്ടെ മറ്റിതര രാജ്യങ്ങളിലാകട്ടെ ഇത് യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അത് റയർ ആയിട്ടേ ഉള്ളൂ. വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. ഒറ്റ തെറ്റെന്നൊക്കെ പറയും. ഒറ്റ മലയാളികളെ പോലും പരിചയമില്ലാത്ത വെള്ളക്കാര് ലോകത്തിന്റെ പല ഭാഗത്തും ഇതൊന്നും ഉപയോഗിക്കാത്ത ആളുകളുണ്ട്. അപ്പൊ ഇതിനോടുള്ള ബന്ധത്തില് ഉയർന്നു വരുന്ന വാദഗതികളുണ്ട്. ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? ഇത് നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വിശേഷാൽ നമ്മുടെ ഫെയ്ത്തുമായി ബന്ധപ്പെട്ട്, പിന്നെ നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങളെ ഒരാള് അങ്ങ് മാറ്റി നിർത്തിയിട്ട് ചോദിക്കുക. അപ്പൊ നിങ്ങൾ ഒരു നഴ്സ് ആണെന്ന് വിചാരിച്ചു, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. ശ്രീമതി നഴ്സ്, നിങ്ങൾ എന്താണ് ഇതൊന്നും ഉപയോഗിക്കാത്തതെന്ന് കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു 2-3 നഴ്സുമാര് ഇടത്തും വലത്തും നിന്നിട്ട് അങ്ങ് ചോദിക്കുക എന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ എന്തെല്ലാം മറുപടി പറയും? അവരൊരാൾ ഓർത്തഡോക്സ്, ഒരാൾ യാക്കോബ, ഒരാൾ കത്തോലിക്ക എന്ന് വിചാരിക്കുക. അവരെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. അവരെല്ലാം മാമൂദീസ ഏറ്റവരുക. നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്പെഷ്യാലിറ്റി? നിങ്ങൾ ഇതൊക്കെ ഊരിപ്പറിച്ച് കളഞ്ഞിട്ട് നടക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് എന്നൊരു ചോദ്യം വന്നാൽ അക്കമിട്ട് നിരത്തി വാരി വലിച്ചെന്തെങ്കിലും പറഞ്ഞാൽ പോരാ. വാരി വലിച്ചെന്തെങ്കിലും പറയാനാണ് ഇവിടെ വന്നിരുന്ന് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. വളരെ കൃത്യതയോടുകൂടി അക്കമിട്ട് നിരത്തി കാര്യങ്ങളെ പറയാൻ പാകത്തിന് നിങ്ങൾ എത്ര പേര് പ്രാപ്തരാണെന്നുള്ളതാണ് എന്റെ ചോദ്യം. ആ ചോദ്യം നിങ്ങളോട് തന്നെ സ്വയം ഒന്ന് ചോദിക്കും. ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങള് ഓൺലൈനിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയപ്പോൾ ഞങ്ങളുടെ ഉപദേശി അപ്രതീക്ഷിതമായിട്ട്, ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചല്ല, അയ്യോ ഞാൻ ഒരു പേപ്പർ, ഒരു ഷീറ്റ് മുഴുവനും മന്നാ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക.
മന്ന പൊഴിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. ഇന്ന് മന്നയുടെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ പറയാനിരിക്കുന്ന ദിവസമാണ്. പക്ഷെ അതിലേക്കൊന്നും പോകാതെ തന്നെ വ്യത്യസ്തമായ നിലയിലൊരു നടത്തിപ്പാണിത്. സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ വലിയ ഭാരത്തിലാണ്. ഇന്നലത്തെ മെസ്സേജിൽ കുറെ പാസ്റ്റേഴ്സ് ഒക്കെ പുതുതായിട്ട് വന്നായിരുന്നു. അതൊക്കെ 1-2 ആഴ്ച വന്നിട്ട് അവർ പൊക്കോളും. കാരണം നമ്മൾ ഈ പറയുന്നൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. എങ്ങനെയൊക്കെയോ ലിങ്ക് കിട്ടി വരുന്ന. ഞാനിപ്പോ ലിങ്കേ ആർക്കും കൊടുക്കാറില്ല. കാരണം അവരൊന്നും വന്നാൽ രസിക്കില്ല നമ്മുടെ കാര്യങ്ങളിൽ. അതായത് മെയിൻ ലൈൻ പെന്തിക്കോസിന്റെ രീതി വേറെയല്ലേ. അപ്പൊ നമ്മൾ പറയുന്നതൊക്കെ ആയിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അവിടുത്തെ കുറെ വൊക്കാബുലറികളും അവിടുത്തെ മാനറിസങ്ങളും ഒക്കെ വേറെയാ. നമ്മളൊരു സാധാരണ മട്ടിലാ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. എനിവേ, മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പരാജയപ്പെടുന്ന ഒരു യുദ്ധത്തിലാണ് ഞാൻ ഏർപ്പെട്ടിരിക്കുന്നത്. ജയിക്കുമെന്ന് ഉറപ്പില്ലാത്തൊരു യുദ്ധത്തിലാണെന്ന്. ജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത യുദ്ധമാണ്. യുദ്ധമുഖം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ ഫേസാ ഞാൻ പറഞ്ഞത്. ഒരു സൈഡില് ഹിസ്ബുള്ളയുണ്ട്, മറു സൈഡില് ഹമാസ് ഉണ്ട്, അങ്ങേ സൈഡിൽ ഇറാൻ നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഹൂത്തികൾ അവിടുന്ന് മിസൈൽ വിടും. അതായത് 4 സൈഡിൽ നിന്നും യുദ്ധമുഖം തുറന്നിരിക്കുകയാണ്. ഈ സൈഡിലെ മിസൈൽ പ്രതിരോധിക്കുമ്പോഴാണ് ആ സൈഡിൽ നിന്ന് മിസൈൽ വരുന്നത്. അതായത് തള്ളക്കോഴി അതിന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ ഈ തീറ്റ എടുക്കാനായിട്ട് പോകുന്ന പോക്ക് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ തീറ്റയൊക്കെ എടുക്കുമ്പോൾ ഈ തള്ളക്കോഴിയെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ റഡാറ് മിസൈലുകളെയൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് പോലെ ഈ തള്ളക്കോഴി നമ്മൾ നോക്കുമ്പോൾ അത് ചുമ്മാ കൊത്തി പറിക്കുന്നതായിട്ട് തോന്നുമെങ്കിലും അത് അതിന്റെ അകത്ത് ഇങ്ങനെ കണ്ണ് കറങ്ങുന്നുണ്ട്. എന്റെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും റാഞ്ചിക്കൊണ്ട് പോവോ എന്നൊക്കെ ഒരു ചിന്ത ആ തള്ളക്കോഴിക്കുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ ഞാൻ ആ ഒരു ഭാരത്തിലായി പറയുന്നത്. ഇപ്പോ വരും ദിവസങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ വളരെ കലുഷിതമായൊരു പെന്തിക്കോസ്താണ് നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നത്. ഇപ്പൊ തന്നെ കുഴഞ്ഞു മറിഞ്ഞു. പെന്തക്കോസ്തിന്റെ തുടക്കം മുതൽ മുൻപോട്ട് വന്ന സമയങ്ങളിലൊക്കെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ അതാത് സമയങ്ങളിൽ കൈകാര്യം ചെയ്തില്ല. ആ സമയത്ത് വന്ന പല പാളിച്ചകളും അതൊക്കെ ഇന്ന് തലവേദനകളായിട്ട് മാറുകയാണ്. അപ്പൊ അതിലൊരു കാര്യമാണ് ഈ ആഭരണ ധാരണം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീമാൻ തങ്ക് പറഞ്ഞു, പെന്തക്കോസ്തും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്ന് പറയും തമ്മിലുള്ള അന്തരം പറയുന്നത് എന്താ? ഈ ആഭരണധാരണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ലേ അന്തരമുള്ളൂ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. മറ്റൊരു കാര്യം, ന്യൂ ജനറേഷനും പെന്തക്കോസ്തും ഇങ്ങനെ ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനും ഒന്നുമില്ല. ന്യൂ ജനറേഷൻ എന്ന് വിളിക്കുന്നത് ഹെവൻലി ഫീസ്റ്റ് തുടങ്ങി വെച്ച ഒരു പുതിയ ചിന്താഗതിയായിരുന്നു ആഭരണം ഊരാതിരിക്കും. അപ്പം ന്യൂ ജനറേഷന് ആദ്യമൊക്കെ ഇതിനെ ഉപദേശ പെശകെന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ ആ ചോദ്യത്തിന് ആരും ഒരു മറുപടി കൊടുത്തിട്ടില്ല അല്ലേ. ഞാൻ മനസ്സിൽ ചിന്തിക്കുക മാത്രമല്ല, കഴിഞ്ഞ മെസ്സേജുകളിലൊക്കെ പറഞ്ഞു അതിന് നിശ്ചയമായി നമ്മളൊരു മറുപടി കൊടുക്കും. മറുപടിയൊന്നും നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. എന്ത് മറുപടി? കാരണം വരും ദിവസങ്ങളിൽ ഇതെല്ലാം കൂടെ ഒന്നായി തീരേണ്ടതുണ്ട്. ഇതെല്ലാം ഒന്നായി തീരും. അതിനിടയിൽ നിങ്ങളിൽ എത്ര പേര് അതിന്റെ ഭാഗമായി മുങ്ങിത്താണ് പോകുമെന്നുള്ളതാണ് വലിയ ചോദ്യം. നിങ്ങളുടെ കാര്യമാണ് പറയുന്നത്, പുറത്തുള്ളവരുടെ കാര്യമല്ല. കാരണം നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല സഹോദരങ്ങളെ. നമുക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ? അങ്ങനെ പിടിച്ചു നിൽക്കുക എന്നുള്ള വലിയ കാറ്റടിക്കുന്നത്. ആ കാറ്റത്ത് എങ്ങനെ പിടിച്ചു നിൽക്കും? കർത്താവിന്റെ കൃപ നമ്മുടെ മേലുണ്ട്, ദൈവത്തിന്റെ ആത്മാവിനാൽ സാധിക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതിനൊന്നും പെട്ടെന്ന് തലകുലുക്കില്ല. അതിന് സാധിക്കണമെങ്കിൽ നമ്മൾ വചനത്തിൽ അത്ര തറവായിരിക്കണം. വചനം ഭക്ഷിക്കണം, വില കൊടുത്ത് നിൽക്കണം. ഇപ്പൊ ഈ മന്ദമാരുതിന് അടിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വില കൊടുത്ത് നിൽക്കണം. അപ്പോഴാണ് കൊടുങ്കാറ്റ് അടിക്കുമ്പോഴും അതിനെ ഫേസ് ചെയ്യാൻ നമുക്ക് കഴിയുന്നത്. ആടിത്തൂങ്ങി നിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഉണ്ടല്ലോ, അതൊന്നും അല്ല സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയും RSSും ബജരംഗ് ദളും നമ്മുടെ കഴുത്തിലൂടെ വാള് കടത്തിവിടുന്നൊന്നും നിങ്ങൾ ധരിക്കണ്ട. അവരൊന്നും നമ്മെ ഒന്നും ചെയ്യില്ല. അതൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് പേടിപ്പിച്ച് കാണിക്കുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ അവർ ഉമ്മ വയ്ക്കും നമ്മളെ കാണുമ്പോൾ. അതൊക്കെ അത്രയും വിചാരിച്ചാൽ മതി. പക്ഷെ ക്രിസ്തീയ സഭയുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ള ചലഞ്ച് എന്ന് പറയുന്നത് അതൊന്നുമല്ല. ഞാൻ പോയ ശേഷം വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും.
കൊടിയ ചെന്നായ്ക്കൾ കടന്നു വരും, ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ കടന്നു വരും. ഞാനത് ആത്മക്കണ്ണുകൊണ്ട് കാണുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, ഈ പ്രസംഗ പരിപാടികളെല്ലാം വൈൻഡപ്പ് ചെയ്താലോ? ചെയ്തിട്ട് പിന്നെ ഏതെങ്കിലും ഉൾഗ്രാമത്തിൽ പോയി അവിടെ എവിടെയെങ്കിലും താമസിച്ചുകൊണ്ട് ആരോടെങ്കിലോടും രണ്ട് സുവിശേഷമൊക്കെ പറഞ്ഞ് ഒതുങ്ങി കൂടിയാലോ എന്ന് ചിന്തിക്കുകയായിരുന്നു. കാരണം നമ്മള് ഫ്രണ്ട് ലൈനിൽ വന്ന് യുദ്ധം ചെയ്യുന്ന പോലെ എനിക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഫ്രണ്ട് ലൈനിലേക്ക് വരികയാണ്, നിശ്ചയമായും ഫ്രണ്ട് ലൈനിൽ വരികയാണ്. ക്രിസ്തീയ ജീവിതത്തിലെ കഷ്ടങ്ങൾ ശാപങ്ങളാണെന്നൊരു സീനിയർ പാസ്റ്റർ പറയുമ്പോൾ കഷ്ടങ്ങളെ അനുഗ്രഹമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാം ശാപമാണെന്ന് പറയുമ്പോൾ അതേ കയറി പിടിക്കേണ്ട കാര്യം നമുക്കുണ്ടോ? പിടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് ലൈൻ യുദ്ധമായിട്ട് മാറുകയാണ്. തങ്കു സാർ പറയാണ്, ആഭരണം ധരിക്കുന്നതും ധരിക്കാത്തതുമാണ് പെന്തക്കോസ്തും മറ്റു കാര്യങ്ങളുമായിട്ടുള്ള വ്യത്യാസം എന്ന്. അത് ചാടിക്കയറി പിടിക്കേണ്ട കാര്യമുണ്ടോ? കാരണം ഇവിടെയുള്ള എല്ലാ പെന്തക്കോസുകാരും ചിന്തിക്കുന്ന അങ്ങനെയൊക്കെയാ. നമ്മളും തങ്കു സാറുമായിട്ട് ഒരു വ്യത്യാസമില്ല, യാതൊരു വ്യത്യാസമില്ല. അദ്ദേഹത്തിന്റെ വിരലില് 2 പവന്റെ ഒരു മോതിരം കിടപ്പുണ്ട്, അത്രേ ഉള്ളൂ. ആ ഒരു വ്യത്യാസമല്ലേ ഉള്ളൂ. സജി പാസിന്റെ കയ്യിൽ മോതിരമില്ല, പണ്ടുണ്ടായിരുന്നു. ഊരി പണയം വെച്ചാന്ന് എനിക്ക് തോന്നുന്നത്. എങ്ങനെയോ സംഭവിച്ചു. നമ്മുടെ ന്യൂസിലാൻഡിലെ സഭയും ശ്രീമാൻ തങ്കുച്ചായന്റെ സഭയും തമ്മിലുള്ള അന്തരം 1 പവന്റെ മോതിരത്തിന്റെ അന്തരമാണോ? ഒരു ചോദ്യമാണത്. നമ്മുടെ ന്യൂസിലാൻഡിലെ സഭയും നമ്മുടെ ന്യൂസിലാൻഡിലെ ദൈവദാസന്മാരും നമ്മുടെ ന്യൂസിലാൻഡിലെ വിശുദ്ധന്മാരും ഈ പറയപ്പെട്ട ഈ ഗ്രൂപ്പുമായിട്ടുള്ള അന്തരം എന്ന് പറയുന്നത് 1 പവന്റെ മോതിരത്തിലാണോ? അതോ 2 പവന്റെ മാലയിലാണോ? അതോ ഒരു കമ്മലിലാണോ? ആ അന്തരമാണോ ഈ പറഞ്ഞ കൂട്ടരും നമ്മളുമായിട്ടുള്ളത്? ഒന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് പറഞ്ഞേ, അതാണോ അന്തരം? അതാണോ അന്തരം? അത്രയേ ഉള്ളൂ അന്തരം. അങ്ങനെ ആരെല്ലാം വാപോയ കോടാലികൾ എന്തെല്ലാം വഴിക്കുന്നെന്ന് പറയാം. അതിനൊക്കെ നമ്മൾ തലയിടാൻ പോണോന്ന് ചോദിച്ചു പോകണ്ട സഹോദരങ്ങളെ. പക്ഷെ അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളുക. വേനലടുത്തു അത്തി തളിർത്തു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം വരുമ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ടതിന്റെ അല്പസമയം മുമ്പ് അദ്ദേഹം മെയിൻലൈൻ പെന്തിക്കോസിലെ പാസ്റ്റേഴ്സുമായിട്ട് മെയ്യോട് മെയ്യായി കൈയോട് കൈയായി ചേർന്ന് നിന്നുകൊണ്ട് അധികാരികളുടെ മുമ്പില് പെന്തക്കോസ്തിന്റെ വക്താവായിട്ട് അദ്ദേഹം നിന്നു. ഒരു സീനിയർ പാസ്റ്റർ അവിടെ മെമ്മറാണ്ടം കൊടുത്തെങ്കിലും അതിലേക്ക് നയിച്ചത് അദ്ദേഹമാണ്. കാരണം CM-ഉമായിട്ട് അദ്ദേഹത്തിന് വലിയ അടുപ്പമുണ്ട്. CM-ഉമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പ നിമിത്തമാണ് ഇവരെല്ലാം അങ്ങനെ അവിടെ ചെന്നത്. അപ്പൊ വരും ദിവസങ്ങളിൽ ഇതെല്ലാം ഒന്നായി മാറുകയാണ്. അവിടെയാണ് എന്റെ ചോദ്യം വരുന്നത്. നിങ്ങൾ എങ്ങനെ റെസിസ്റ്റ് ചെയ്യും കാര്യങ്ങളെ? നിങ്ങൾ ആ ഒഴുക്കിനെതിരെ എങ്ങനെ നിൽക്കും? നിൽക്കണമെങ്കിൽ നിങ്ങൾ തറവായി കാര്യങ്ങൾ പഠിക്കണം. ചുമ്മാ കേട്ടിട്ട് പോകുന്നതിന് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പറയാറില്ലേ, നിങ്ങൾ അത് പിന്നെയും അന്വേഷിക്കണം, കൂടുതൽ അതിനെക്കുറിച്ച് കേൾക്കണം, അത് നോട്ട് ചെയ്യണം, റെഫറൻസുകൾ നോട്ട് ചെയ്യണം, മേജർ പോയിന്റ്സ് നോട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്താ? എനിക്കറിയാമെന്നേ വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു. ഞാനൊരു ശുശ്രൂഷകനാണ്. ഞാൻ ആ പഴയ പാതയിൽ നടക്കുന്ന ഒരുവനാ. എനിക്കറിയാം വരും ദിവസങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കുമെന്ന്. കുറെ പേരൊക്കെ റെസിസ്റ്റ് ചെയ്യും, അവർ ഭയങ്കരമായിട്ട് റെസിസ്റ്റ് ചെയ്യും. പക്ഷേ മോളെ കെട്ടിക്കണ്ടേ, ചെറുക്കന് പെണ്ണ് കിട്ടണ്ടേ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോട്ടല്ലോ കോംപ്രമൈസ് ചെയ്തു പോകും. 2 കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ പല കാര്യങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്തു പോകും സഹോദരങ്ങളെ, കോംപ്രമൈസ് ചെയ്തു. അങ്ങനെ കോംപ്രമൈസ് ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആ മന്ന ഭക്ഷിക്കണം. പെറുക്കിക്കൂട്ടി വെച്ചാ പോരാ, അത് തിരികല്ലിൽ പൊടിക്കണം, അല്ലേ? അത് പൊടിച്ചെടുക്കണം. അധ്വാനമുണ്ട്. പൊടിച്ചെടുത്ത് തീയുടെ അനുഭവത്തിൽ അത് പ്രോസസ് ചെയ്തെടുക്കണം. അതിലേക്ക് നമുക്ക് പറഞ്ഞു കൊണ്ടുവരേണ്ടിയിരുന്നത്. തീയുടെ അനുഭവം വേണം, ഇത് പ്രോസസ് ചെയ്യണം. അങ്ങനെയാണ് ആ കേക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ പുസ്തകത്തിൽ അപ്പം എന്ന് എഴുതിയിരിക്കുന്ന അപ്പം കിപ്പൊന്നും അല്ല. ആ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന അങ്ങനെയാണ്. ബേക്ക് ചെയ്തെടുത്താണ് ഭക്ഷിക്കുന്നത്. ചുമ്മാ പച്ചയ്ക്ക് മന്ന തിന്നുമല്ല, മന്ന പെറുക്കിക്കൊണ്ട് വന്നിട്ട് അങ്ങനെ തന്നെ വായിലിടുകയല്ല. അത് ക്രഷ് ചെയ്യണം, അത് പൗഡർ ചെയ്യണം, അത് പ്രോസസ് ചെയ്ത്
തീയുടെ അനുഭവത്തിലൂടെ അതിനെ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമാക്കി മാറ്റണം, അല്ലേ? അതിനെ സ്വാദിഷ്ടമായ ഒരു കേക്കിന്റെ ഫോമിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണത് ഭക്ഷിക്കേണ്ടത്. വിശദീകരിക്കേണ്ടതുണ്ട് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നാം കരുത്തുറ്റവരായി മാറുന്നത്. അവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മുടെ ശബ്ദത്തിന് തന്നെ മാറ്റം വരും. നമ്മളത് ഭക്ഷിച്ച് ആത്മാവിനെ അനുസരിച്ച് തുടങ്ങുമ്പോൾ, അത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്? അവനോ വളരണം ഞാനോ കുറയണം എന്നുള്ളതാണ് തത്വം. അതിന് പകരം നേരെ തിരിച്ചാണെങ്കിലോ, ഉൾട്ടായാണെങ്കിലോ? അപ്പൊ ഇത് ഭക്ഷിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഭക്ഷിച്ചതുകൊണ്ടല്ലോ പ്രയോജനം ഉണ്ടായോ? അതാണ് ഇടയ്ക്ക് ചില സമയങ്ങളിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത്. യാതൊരു പ്ലാനും പദ്ധതിയും ചിന്തയില്ലാതെ വന്നാൽ ഞാൻ ഈ സംസാരിക്കുന്നത്, ബ്ലൈൻഡ് ആയിട്ടാ സംസാരിക്കുന്നത്. ചില സമയത്ത് മുന്നറിയിപ്പുകൾ തരും. മുന്നറിയിപ്പുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈസി ആയിരിക്കില്ല വരും ദിവസങ്ങളിൽ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ബ്രദറുകാരുടെ ഇടയിൽ നിന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമെന്ന്. ഞാൻ റെസ്പെക്ട് ചെയ്തിരുന്ന ആളുകളാണ് അവരിൽ പലരും. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക അതാണോ അന്താരാഷ്ട്ര വിഷയം, ആഭരണധാരണമാണോ എന്ന്? അതല്ല വലിയ കാര്യം. അത് ചിലതിലേക്കുള്ള ചൂടുവെപ്പുകളാണ്. ചില കാര്യങ്ങളിലേക്കുള്ള ചൂടുവെപ്പുകളാണ്. പ്രധാനപ്പെട്ട ശുശ്രൂഷകരിൽ ചിലര് പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഇവിടുത്തെ പൊളിറ്റിക്സില് സജീവമായി ഇടപെടണമെന്ന്. മറ്റ് പ്രധാനപ്പെട്ട ആളുകളെല്ലാം പുറമേ വന്നില്ലെങ്കിലും അകമേ അവരെല്ലാം അതിന് സൈൻ ചെയ്തു കഴിഞ്ഞു. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അതിനോടൊന്നും യോജിക്കാത്തതുള്ളൂ. അവരും കുറെ കാലം കഴിയുമ്പോൾ അവരും കുറച്ച് കൈകാലിട്ട് അടിച്ച് മടുത്തു കഴിയുമ്പോൾ അവരും ആ കൂടെയൊക്കെ ചേരും. ചേരാതെ തരവില്ലെന്നേ. ചേരാതെ എങ്ങനെ ഒക്കും? ഇപ്പൊ ഈ പറയപ്പെട്ട ഓർഗനൈസേഷനുകളിലൊക്കെ അതിലെ ശുശ്രൂഷകനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ ക്രെഡൻഷ്യൽ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അവർ പറയുന്നതിനെല്ലാം ബാറക് മോർ സൗമൻ കാലസ് കുറിയലൈസവും പറയേണ്ടി വരും. കുറിയലൈസും പറയാതെ പോകാൻ പറ്റുമോ? അല്ലെ പിന്നെ എന്നെ പോലെ ചാവേറായിട്ട് പുറത്തിറങ്ങി വരണം. അങ്ങനെ എത്ര പേരെ കൊണ്ട് പറ്റും? 2-3 പിള്ളേരൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് 2-3 അല്ല 2-3 അല്ല 30 പിള്ളേരുണ്ടെന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയില്ല എന്നൊക്കെ ചോദിച്ചാൽ കഴിയും സഹോദരങ്ങളെ. അങ്ങനത്തെ ഒരു വിശ്വാസം ഇപ്പൊ വർക്കൗട്ട് ആകുന്നില്ലെന്നേ. എല്ലാവരും ഈ പറയപ്പെട്ട സംഘടനകളിലും കാര്യങ്ങളിലും ഒക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പോകുന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലനിൽപ്പാണ് വിഷയം. നിലനിൽപ്പാണ്. സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി അങ്ങനെ പൊഴിയുന്ന മന്ന പെറുക്കിക്കൊണ്ട് അതിന്റെ കരുത്തിൽ ദൈവജനത്തെ ശുശ്രൂഷിക്കാൻ ശുശ്രൂഷകന്മാർക്കും താല്പര്യമില്ല. കാരണം പുലർകാലത്തെ മന്ന പെറുക്കാൻ പോണം. പെറുക്കിക്കൊണ്ട് വന്നിട്ട് പിന്നീട് അത് തിരികല്ലിലിട്ട് പൊടിക്കാനും ഇടിക്കാനും പുഴുങ്ങാനും പിടിക്കാനും ഒക്കെ നിൽക്കണം. അപ്പൊ അത്രയൊന്നും ആവശ്യമില്ലെന്നേ. ഈ പറയപ്പെട്ട കൂട്ടങ്ങളിലൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ച് ഒരു സങ്കീർത്തനത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങളെ കൊടുത്തു. ഈ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ഇമോഷണലി ആണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ തന്നെ ജനമെല്ലാം ആത്മാവിലായിക്കോളും. ഏത് ആത്മാവിലാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്. ഒരു 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 അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നിന്നെ കരുതുന്ന ദൈവം, നിന്നെ നടത്തുന്ന ദൈവം എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും. ക്ലെൻസിങ്ങുകൾ നടക്കുന്നില്ല, ശുദ്ധീകരണം നടക്കുന്നില്ല. അതുപോലെ തന്നെ അകത്തുള്ള പസ് എടുത്ത് മാറ്റിയിട്ട് മുറിവ് കെട്ടുന്നില്ല. അകത്ത് ചീഞ്ഞളിഞ്ഞിരിക്കുക പല കാര്യങ്ങളും. അതൊന്നും എടുത്ത് മാറ്റുന്നില്ലെന്നേ. അതൊന്നും എടുത്ത് മാറ്റാതെ തന്നെയാണ് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. മധ്യ കേരളത്തിൽ എനിക്ക് അറിയാവുന്ന ഒരു ദേവദാസൻ, അദ്ദേഹം ആ സഭയിലുള്ള ഒരു സഹോദരന് 2 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. 2 ലക്ഷം രൂപ എന്തിനു മേടിച്ചാതൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. ഇപ്പൊ ആ സഹോദരൻ ആ സഭ വിട്ടിട്ട് വേറൊരു കൂട്ടായ്മയിലേക്ക് പോയി. ഇയാൾ ആ പൈസ ഒന്നും കൊടുക്കുന്നുമില്ല, ഒന്നുമില്ല. അവർ തങ്ങളിലൊരു ആശയഭിന്നത അവിടെ ഉണ്ടല്ലോ. പക്ഷെ ആ ദേവദാസൻ കർത്തൃമേശ നടത്തുന്നുണ്ട്. ആ ദേവദാസൻ അവിടെ കർത്തൃമേശ നടത്തുന്നുണ്ട്. അതുപോലെ മറ്റൊരു കൂട്ടായ്മയില് സാമാന്യം സാമ്പത്തികമായി നിലവാരമുള്ളൊരു കുടുംബം, ഭാര്യയും മക്കളും താഴത്തെ നിലയിൽ താമസിക്കുന്നു, ഭർത്താവ് 2ാമത്തെ നിലയിൽ താമസിക്കുന്നു. ഭക്ഷണത്തിൻ്റെതായ സമയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് അവർക്ക് അറിയാം. വാക്കും ഭാഷണവും കൂടാതെ തന്നെ അവർക്ക് അറിയാം അതിന്റെ ഒരു ടൈമിങ്ങും അതിന്റെ ഒരു സെറ്റപ്പും. അപ്പൊ അത് ടേബിളിൽ വരും, അങ്ങേര് കഴിക്കും, അങ്ങനെ അങ്ങേരുടെ പാട്ടിന് പോകും. സന്ധ്യയ്ക്ക് രാത്രിയിലോ വീട്ടിൽ വരും. ആ 2 പേരും ഒരു ചർച്ചിലാണ് കൂടുന്നത്. ഭാര്യയും ഭർത്താവ് ഒരു ചർച്ചിലാണ് കൂടുന്നത്. ആ 2 പേർക്കും അവരുടെ ചർച്ചിലെ പാസ്റ്റർ കർത്തൃമേശ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പറ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നു? ഇതുപോലെ മറ്റൊരു ചർച്ചില് അവിടെ ഇതുപോലെ ഭാര്യയും ഭർത്താവും 2 നിലയിലാണ് താമസിക്കുന്നത്. അവരുടെ മകൻ ഇപ്പോൾ നിരീശ്വരവാദിയായി തീർന്നിരിക്കുന്നു.
അവൻ നിരീശ്വരവാദി ആയി എന്ന് മാത്രമല്ല, മറ്റു പല പെന്തക്കോസ്ത് പിള്ളേരെയും അവൻ നിരീശ്വരവാദത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. ഞാൻ ഈ പറഞ്ഞ പയ്യൻ ഒരു പാസ്റ്ററുടെ മകനെയാണ് നേടിയത്. എങ്ങനെയുണ്ട്? ആ സീരിയസ്നെസ് ഒക്കെ നഷ്ടപ്പെട്ടു സഹോദരങ്ങളെ. നമ്മൾ ഈ പറയുന്ന ആ മെയിൻ ലൈൻ പെന്തിക്കോസിനൊക്കെ ആ ദൈവഭയം നഷ്ടപ്പെട്ടു പോയി. എല്ലാം ചടങ്ങുകളായിട്ട് മാറി. എല്ലാം ചടങ്ങുകളായിട്ട് മാറി. ആർട്ടിഫിഷ്യൽ മന്നകളാണ് കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാവോ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ വാങ്ങുന്ന അരി പോലും പ്ലാസ്റ്റിക്കിന്റെ അരി വരുന്നുണ്ടെന്നാ പറയുന്നത്. മീറ്റ് പ്ലാസ്റ്റിക്കിൽ നിന്നോ പെട്രോളിയം പ്രോഡക്റ്റിൽ നിന്നൊക്കെ എടുക്കുന്ന മീറ്റ് വരുന്നുണ്ടെന്ന്. അതുപോലെ മുട്ടയെ കുറിച്ചൊക്കെ ഒത്തിരി വീഡിയോസ് വന്നിരുന്നു. കണ്ടാൽ നല്ല ഒന്നാന്തരം മുട്ട, പക്ഷെ അത് ആർട്ടിഫിഷ്യൽ ചൈനീസ് മുട്ടയാണെന്ന്. എന്റെ കർത്താവ്, മുട്ട മേടിച്ച് എങ്ങനെ തിന്നുവിനി? ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ പലതും വരുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. പലതിലും മിക്സ് ചെയ്താ വരുന്നത്, നമ്മൾ അറിയുന്നില്ല. അതുപോലെ തന്നെ ഇന്ന് പൊഴിയുന്ന പല മന്നാകളും ആർട്ടിഫിഷ്യൽ മന്നാകളാണ്. അതിനകത്ത് ജീവന്റെ തുടിപ്പില്ല. പല സ്ഥലത്തും പൊഴിയുന്നുണ്ട് മന്നാകൾ, അതിൽ ആ ജീവന്റെ തുടിപ്പില്ല. പ്രോപ്പർ ലൈനിലല്ല ഇതൊന്നും കൈകാര്യം ചെയ്യുന്നത്. എങ്ങനെയും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇത്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത്. ഇന്ന് കുറെ മുന്നോട്ട് പോയി. വരും ദിവസങ്ങൾ നമ്മൾ കുറെ കാര്യങ്ങൾ കാണാൻ കിടക്കുകയാണ്. കഴിഞ്ഞ ഒരു 25 വർഷം മുമ്പ് വിശ്വാസ വഴിയിലേക്ക് വന്നവരുണ്ടെങ്കിൽ അവർക്കറിയാം, 25 വർഷം മുമ്പുണ്ടായിരുന്ന പെന്തിക്കോസ്റ്റിന്റെ നേച്ചറാണോ ഇപ്പോഴത്തെ നേച്ചർ? അതിനും പുറകില് ഒരു 25 വർഷം കൂടെ പുറകോട്ട് പോയാൽ 50 വർഷം പുറകിൽ, 50 വർഷം പിന്നിലുണ്ടായിരുന്ന പെന്തിക്കോസ്റ്റിന്റെ നേച്ചറാണോ ഇന്നത്തെ നേച്ചർ? വളരെ അന്തരം വന്നില്ലേ സഹോദരങ്ങളെ? വലിയ അന്തരം വന്നു. പല കാര്യത്തിലും നമ്മൾ ലാഘവത്തിലേക്ക് വന്നു. ആ ഗൗരവം നഷ്ടപ്പെട്ടു പോയി. നമ്മളിന്ന് ചിന്തിക്കുന്നതും പറയുന്നതുമായ ഗൗരവമായ വെളിപ്പാടുകൾ പല കാര്യങ്ങളും പെന്തക്കോസ്റ്റിന്റെ ആരംഭ കാലഘട്ടത്തിലൊന്നും ലഭിച്ചിരുന്നില്ല. അങ്ങനെയൊന്നും ലഭിച്ചിരുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന അന്ന് ഭയങ്കര വചന വെളിപ്പാട് കിട്ടിയെന്നാണോ? അങ്ങനെയൊന്നും അല്ല. അവർക്ക് ലഭിക്കപ്പെട്ട വെളിപ്പാടിൽ അവര് ഇടംബലം നോക്കാതെ ഇറങ്ങി തിരിച്ചു. യേശുക്രിസ്തു എന്ന ഏകരക്ഷകൻ, വിശ്വാസത്താലുള്ള നീതീകരണം, നീതീകരിച്ചവനോട് ചേരുവാൻ സ്നാനമേൽക്കണം, അവന്റെ വാക്തത്വമാണ് അവൻ ആത്മാവിൽ നിറയ്ക്കും, അവൻ കൈപിടിച്ച് ആത്മാവിന്റെ നദിയിൽ നടത്തും. അതൊക്കെ അകത്ത് കത്തിയപ്പോൾ അവർ ഇടംബലം നോക്കാതെ ചാടിയിറങ്ങി. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അന്ന് അവർക്ക് മനസ്സിലായ കാര്യമാണ്. ഒരു മരിയാത്രയിലൂടെ ആരംഭിക്കപ്പെടുകയാണ്. ഒരു യാത്രയുണ്ട്. യാത്രയെക്കുറിച്ച് അവർ ബോധവാന്മാരായി. തങ്ങളിവിടെ അന്യരും പരദേശികളുമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വന്നു. ഈ മൺമയ ശരീരത്തിന് രൂപാന്തരം സംഭവിക്കും. അത്രയൊക്കെ അവർ കേട്ടത്. കേട്ട കാര്യങ്ങളുടെ മുമ്പാകെ അവര് ആ സമർപ്പണത്തിൽ ഇറങ്ങി തിരിച്ചു. പക്ഷെ നമുക്കിന്ന് അതിലൊക്കെ അപ്പുറമായ കാര്യങ്ങളാണ് വെളിപ്പെടുത്തി തരുന്നത്. അവരും നമ്മൾ തമ്മിലുള്ള അന്തരം എന്നറിയാവോ? അവർ ഇത്ര ലാഘവത്വത്തിൽ അല്ലായിരുന്നു. അവരൊന്നും ലേസി അല്ലായിരുന്നു. നമ്മുടെ ആൾക്കാർ ലേസിയാണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അവർക്കൊന്നും ചടങ്ങല്ലായിരുന്നു. ഓ, അവരോരോ കൂട്ടായ്മയ്ക്ക് വേണ്ടി കടന്നു വന്നുകൊണ്ടിരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ എന്റെ വചനം മാരി പോലെ പെയ്യും, ഇളംപുല്ലിൽ പൊടിമഴ പോലെ പെയ്യൂ എന്നാ പറഞ്ഞത്. ആ ഇളംപുല്ലിലൊക്കെ മേഞ്ഞിട്ടാണ് അവർ വന്നുകൊണ്ടിരുന്നത്. അന്ന് പെന്തക്കോസ്റ്റിന്റെ ആരാധന എന്ന് പറഞ്ഞാൽ തീ പാറും. അവിടെ ആരെങ്കിലും തീ കത്തിക്കുകയല്ല. അന്ന് പെന്തക്കോസ്റ്റിന്റെ ആരാധന എന്ന് പറഞ്ഞാൽ തീ പാറും. ആത്മാവിന്റെ ജ്വലനം, വെളിപ്പാടുകൾ, കൃപാവരങ്ങൾ ജ്വലിക്കും. കാരണം ജനവും ശുശ്രൂഷകരും ആ സമർപ്പണത്തിലാണ്. ഈ പറയപ്പെട്ട തുടക്ക കാലഘട്ടത്തിലൊന്നും ഇന്നത്തെ പോലെ വ്യാജന്മാരൊന്നും വന്നില്ല. ഇന്നത്തെ തങ്കുച്ചായന്മാരൊന്നും അന്ന് അവിടെ ഇല്ല. ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടുമെന്ന് പറയാൻ ആളില്ലല്ലോ. കാരണം ഈ മാർഗത്തിലേക്ക് ഇറങ്ങി നിൽക്കാൻ ആരാ വരുന്നത്? അത്രമേൽ വെളിപ്പാട് ലഭിച്ചവൻ, ആ സ്പർശനം ലഭിച്ചവൻ, കർത്താവുമായിട്ടുള്ള എൻകൗണ്ടർ നടന്നവർ മാത്രമേ ഇറങ്ങി വരുന്നുള്ളൂ. അല്ലാത്ത ആളുകൾ ഇറങ്ങി വരുമോ? അന്ന് അങ്ങനെ ആരും ഇറങ്ങി വരുന്നില്ല. അന്ന് അപൂർവമായിട്ടൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വന്നവർ അതേ സ്പീഡിൽ തിരിച്ചു പോയിട്ടുണ്ട്. തിരിച്ചുപോയ ചരിത്രങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. കാനമച്ചൻ ഇറങ്ങി വന്നു. അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അതേസമയം തെങ്ങേലിൽ അച്ഛൻ ഇറങ്ങി വന്നിരുന്നു. അച്ഛൻ വന്ന വഴിക്ക് അതേ സ്പീഡിൽ തിരിച്ചുപോയി. വലിയ ഒരു ഇളക്കമൊക്കെ ഉണ്ടാക്കി അദ്ദേഹം തിരിച്ചുപോയി. അതുപോലെ മണർകാട്ടുള്ള രാജു അച്ഛൻ, അത് പിന്നെ പഴയ കാലത്തല്ല, ഈ അടുത്ത കാലത്താണ്, ഒരു 10 വർഷം പുറകിൽ നിന്നൊക്കെ ചിന്തിക്കാം. അങ്ങനെ അതേ സ്പീഡിൽ തന്നെ തിരിച്ച് യാക്കോബയിലേക്ക് പോയി. കുറച്ച് ദിവസമൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി സാക്ഷ്യം പറഞ്ഞും പ്രസംഗിച്ചും പരിപാടിയൊക്കെ കഴിഞ്ഞ്
ഏതോ സമയത്ത് അദ്ദേഹം തിരിച്ചുപോയി. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞ പൂർവ്വ കാലഘട്ടത്തില് അന്ന് ഇറങ്ങിത്തിരിച്ച ആളുകള് അവർക്ക് ലഭിക്കപ്പെടുന്ന കാര്യങ്ങളെ അവര് അതുപോലെ തന്നെ സ്വീകരിക്കുകയാണെന്നേ. അതുപോലെ സ്വീകരിക്കുക. ചെങ്കടൽ മുറിച്ചു എന്ന് പറഞ്ഞാൽ അവരത് അങ്ങനെ തന്നെ വിശ്വസിക്കുക. മുറിഞ്ഞായിരുന്നോ തിരിഞ്ഞായിരുന്നോ എന്നൊന്നും അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേരെന്ന് പറഞ്ഞാൽ അവർക്ക് 8 ഉള്ളൂ. അവരത് 9 ഉണ്ടായിരുന്നോ 6 ആയിരുന്നോ 4 ആയിരുന്നു അങ്ങനെ ഒരു ചിന്ത അവർക്ക് വരുന്നില്ല. വളരെ നിഷ്കളങ്കമായിട്ട് അവരത് അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിക്കുകയാണത്. ആ പെട്ടകത്തിൽ 8 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത്രയേ ഉള്ളൂ. ആ ദൈവത്തിന്റെ കരുതലും നടത്തിപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവരത് അങ്ങനെ തന്നെ അങ്ങ് ഏറ്റെടുക്കുകയാണ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ യെസ്, അവരതങ്ങ് വിശ്വസിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഇന്ന് അങ്ങനെയല്ല. നമ്മൾ ബുദ്ധിയുള്ള ആൾക്കാരാണ്. അവരെ പോലെ മണ്ടന്മാരൊന്നുമല്ല. നമ്മളെല്ലാം ബുദ്ധിയിൽ കൂട്ടിക്കിഴിച്ചും തട്ടിക്കിഴിച്ചും അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്തത്. അവർക്ക് അന്ന് പൊഴിഞ്ഞു കിട്ടിയ മന്നയുടെ ഒരു പുഷ്ടിയിലാണ് അവർ മുൻപോട്ട് പോയത്, അല്ലേ? ആ 1ഉം 2ഉം തലമുറകൾ മുൻപോട്ട് പോയത് അവരുടെ നടുവിൽ പൊഴിഞ്ഞ മന്നായുടെ ഒരു പുഷ്ടിയിലാണ്. അന്നൊക്കെ എഴുതിയ പാട്ടുകളെ പോലെ ഒരു പാട്ട് ഇന്ന് ഏതെങ്കിലും ഒരുവൻ എഴുതുന്നുണ്ടോ? ഞാൻ ചലഞ്ച് ചെയ്തുകൊണ്ട് ചോദിക്കുക. അതുപോലത്തെ പാട്ടുകൾ ഇന്ന് എവിടെയാണ് നമുക്ക് കേൾക്കാനുള്ളത്? അന്നത്തെ പാട്ടുകളിലൊന്നാണ് യേശുവെ പോലെയാകുവാൻ. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. കണ്ടില്ലേ? യേശുവെ പോലെയാകുവാൻ. അന്നത്തെ പാട്ടുകൾ അങ്ങനെയാണ്. ക്രിസ്തു കേന്ദ്രീകൃതമാണ് പാട്ടുകളെല്ലാം. അവിടെയാണ് ഓർത്തഡോക്സിലെ അച്ഛൻ വന്ന് സജി പാസ്റ്ററെ വെല്ലുവിളിച്ചത്. എന്നെ മാത്രമല്ല നിങ്ങളെയും കൂടെ ചേർത്ത് അങ്ങേര് വെല്ലുവിളിച്ചത്. നിങ്ങൾക്ക് എന്നാ പറഞ്ഞാലും ഒന്ന് പറഞ്ഞ് രണ്ടിന് യേശു 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 മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പാട്ടുകളെല്ലാം യേശു കേന്ദ്രീകൃതമാണല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പാട്ടിൽ എന്തുകൊണ്ട് വരുന്നില്ലെന്ന് ചോദിച്ചേ. മറുപടി നമ്മൾ കൊടുത്തോ ഇല്ലയോ? മറുപടി കൊടുത്തോ ഇല്ലയോ? ക്രിസ്തു ആരാ നമ്മുടെ? അവൻ നമ്മുടെ സർവസ്വവുമല്ലേ? ആ ക്രൂശിതനായ ക്രിസ്തുവിനെയല്ലേ കൺമുമ്പിൽ വെച്ചിരിക്കുന്നത് നമ്മള്. വിശ്വാസത്തിന്റെ നായകനെ നോക്കിക്കൊണ്ടല്ലേ പോകുന്നത്. ആ വിശ്വാസത്തിന്റെ നായകനെ നോക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടല്ലേ നമുക്ക് ലഭിക്കുന്നത്. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടാണ് ക്രിസ്തുവിലൂടെ ലഭിക്കുന്നത്. ക്രിസ്തുവിനെയാണ് നമ്മുടെ കൺമുമ്പിൽ വെച്ചിരിക്കുന്നത്. ആ ക്രിസ്തുവിലൂടെ നമ്മള് ആ ദൈവിക വെളിപ്പാടിലേക്കാണ് വരുന്നത്. സ്വർഗ മഹിമകളെ വെടിഞ്ഞ് താണിറങ്ങി വന്ന മഹത്വത്തിന്റെ പ്രത്യാശിയായ ക്രിസ്തു താണിറങ്ങി വരികയാണ്. ആ മന്ന പൊഴിയാണ് പാളയത്തിലേക്ക്. ഒഴിഞ്ഞ മന്ന ചുമ്മാ എന്തെങ്കിലും പാത്രത്തിലല്ല എടുത്തു വെക്കുന്നത്. ആ ഉരുടങ്ങഴി മന്ന സൂക്ഷിച്ച പാത്രം. ആ പാത്രം എങ്ങനെയുള്ള പാത്രമാ? പൊൻപാത്രമാ. നന്നായിട്ട് കേട്ടോണം എല്ലാവരും. പൊൻപാത്രത്തിലാണ് ആ മന്ന സൂക്ഷിക്കുന്നത്. ആ പൊൻപാത്രവും മന്നയും ഒക്കെ ക്രിസ്തുവിനെയാണ് കാണിക്കുന്നതെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഞാൻ പറയാണ്, ആ മന്ന പൊൻപാത്രത്തിൽ സൂക്ഷിക്കുകയാണ്. അതിന്ന് നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുകയല്ലേ ആ മന്ന. നമ്മുടെ ഹൃദയത്തെ അത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിന് മുൻപ് വരെയുള്ള നമ്മുടെ ഹൃദയത്തെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് ദുഷ്ടഹൃദയം എന്ന് തന്നെയാണ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടന്ന മനുഷ്യരാ നമ്മൾ. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേട്ട് നീതീകരണം പ്രാപിച്ച് മുൻപോട്ട് വരുന്ന നമ്മുടെ ഹൃദയം പരമാർത്ഥ ഹൃദയമായിട്ട് മാറുകയാണ്. പരമാർത്ഥ ഹൃദയമായിട്ട് ദുർമനസാക്ഷി നീങ്ങി നിർമ്മല മനസാക്ഷിയിലേക്ക് നമ്മൾ വരികയാണ്. അങ്ങനെ ആ പരമാർത്ഥ ഹൃദയത്തിലാണ് ഈ മന്ന സൂക്ഷിക്കുന്നത്. പാത്രത്തെ കുറിച്ച് വല്ലതും മനസ്സിലായോ? ഇപ്പോ സമാഗമന കൂടാരത്തിന്റെ പഠനത്തോടുള്ള ബന്ധത്തില് ഏറ്റവും ആദ്യം നിർമ്മിക്കാൻ പറഞ്ഞത് എന്താ? പെട്ടകമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അടുത്തടുത്ത സ്റ്റെപ്പിലാണ് നിർമ്മിക്കുന്നത്. ആദ്യം പെട്ടകം ഉണ്ടാക്കാനാ പറഞ്ഞത്. ഇസ്രായേലിന്റെ ക്യാമ്പ് മൂവ് ചെയ്യുമ്പോൾ യഹൂദ ഗോത്രവും അവരോട് ചേർന്നുള്ള മറ്റു ഗോത്രങ്ങളും, ആ 2 ഗോത്രങ്ങളും അവരങ്ങനെ മുന്നോട്ട് മാർച്ച് ചെയ്യുമ്പോൾ തൊട്ടു പുറകിൽ പെട്ടകമുണ്ട്. മേഘം എവിടെ നിൽക്കുന്നോ അവിടെ പെട്ടകം നിൽക്കും. പെട്ടകം അവിടെ വെച്ചു കഴിഞ്ഞാൽ അതിനു ചുറ്റുമാണ് കൂടാരം അടിക്കുന്നത്, കൂടാരം നിവർത്തുന്നത്. അതല്ലേ അതിന്റെ രീതി എന്ന് പറയുന്നത്. അവിടെ പെട്ടകത്തിന്റെ പ്രാധാന്യം കണ്ടോ? അതുപോലെ ആദ്യം പെട്ടകം നിർമ്മിക്കാൻ പറഞ്ഞു. പെട്ടകത്തിനകത്തേക്ക് മന്ന കുറച്ച് വാരിയിടാനല്ല പറഞ്ഞത്.
അതൊരു പാത്രത്തിൽ സൂക്ഷിക്കാനാ പറഞ്ഞു. ആ പാത്രത്തിൽ നമ്മൾ എബ്രായ ലേഖനത്തിൽ കണ്ടു പൊൻപാത്രമാണെന്നുള്ളത്. അപ്പൊ നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതായിരിക്കണമെന്ന് അതിൽ നിന്ന് ലഭിക്കപ്പെടുന്ന വെളിപ്പാട്. നമ്മൾ ഈ അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കണമെങ്കിൽ കുഞ്ഞുകളി അല്ലെന്ന് ഈ പറഞ്ഞു വരുന്നത്. ഇത് അത്ര സീരിയസ് ആണെന്ന്. നമ്മുടെ ദൈവം ആരെന്നാ വിചാരിച്ചിരിക്കുന്നത്? നാം സേവിക്കുന്ന ദൈവം ആരാ? ഈ 66 പുസ്തകത്തിൽ നിന്ന് ആ ദൈവത്തിന്റെ നേച്ചർ നമുക്ക് വെളിപ്പെട്ട് കിട്ടണ്ടേ? ആ തേജോമയൻ ആരെന്ന് നമ്മൾ അറിയണ്ടേ? ധന്യനായ ഏകാധിപതിയും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ ആ മഹോന്നതനായ ദൈവം താണിറങ്ങി വരികയാ. തന്നെത്താൻ ഒഴിച്ചു വേഷാൽ മനുഷ്യനായി വരികയാണ്. എങ്ങോട്ടാ വരുന്നത്? ഒരു പാത്രത്തിലേക്കാ വരുന്നത്. എന്ത് പാത്രമാ? ഗർഭപാത്രം. ഒരുക്കപ്പെട്ട ഒരു ഗർഭപാത്രത്തിലേക്ക് വരികയാണ്. എത്രത്തോളം ചുരുങ്ങി ഇറങ്ങി വന്നെന്ന് ചിന്തിച്ചു നോക്കി. സ്വർഗത്തിലെ സ്വർഗാദി സ്വർഗത്തിൽ ഒതുങ്ങാത്ത ഒരുവൻ, ആലോചിക്കാൻ പോലും പറ്റില്ലെന്നാ ശലോമോൻ പറയുന്നത്. ഞാൻ പണിത ഈ ആലയത്തിൽ നീ വന്ന് വസിക്കുവോ എന്ന് ചോദിക്കുമ്പോ മറിയം ചോദിക്കുന്നുണ്ട്, ഇത് എന്തൊരു അത്ഭുതം! ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല, പിന്നെ ഇതെങ്ങനെ സംഭവിക്കുമെന്ന സാധു ശ്രീ ചോദിക്കുന്നത്. ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ വന്നിരിക്കുന്നു. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. പരിശുദ്ധാത്മാവിൽ ഈ കാര്യങ്ങൾ സംഭവിക്കും. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. അപ്പൊ ഈ ഒരുക്കപ്പെട്ട ഹൃദയത്തിൽ നമ്മൾ മന്ന സൂക്ഷിക്കുകയാണ്. ഈ ഒരുക്കപ്പെട്ട പൊൻപാത്രത്തിൽ ഈ പരമാർത്ഥ ഹൃദയത്തിൽ നമ്മൾ മന്ന സൂക്ഷിക്കുന്നുണ്ട്. അത് എത്ര കാലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരണം വരെ എന്നാ ഉത്തരം. മരണം വരെ. അപ്പൊ ഈ പറയപ്പെട്ട പരമാർത്ഥതയ്ക്ക് ഭംഗം വരാൻ സാധ്യതയില്ലേ? മനുഷ്യരല്ലേ നമ്മൾ, ബലഹീനരല്ലേ എന്നൊക്കെ ചോദിച്ചാൽ, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത് സ്വർഗത്തിലെ ദൈവം തന്റെ ദാസന്മാരെ കൊണ്ട് അവര് ധ്യാനിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റി വെപ്പിച്ചിട്ട് നമ്മോട് സംസാരിക്കും, നമ്മോട് ഇടപെടും. 2 തിമോത്തിയോസ് 3 തുടക്കത്തിൽ നമ്മൾ എങ്ങനെയാ വായിക്കുന്നത്? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അന്ന് അപ്പോസ്തലന്മാര് അന്നത്തെ സഭയോട് പറയാണ്. അതെല്ലാ കാലത്തും ബാധകമാ. ഇപ്പോ ഞാനോ നിങ്ങളോട് പറയാണ്, നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ഈ പോക്കിൽ നിന്ന് വളരെ വ്യത്യസ്തമായ നിലയിലേക്ക് വരും ദിവസങ്ങളിൽ ഇന്നലകൾ വരെ നമ്മൾ മുറുകെ പിടിച്ചിരുന്ന പല കാര്യങ്ങളെയും മാറ്റി പറയേണ്ടി വരും. നമ്മുടെ തൊട്ട് ചേർന്ന് നിന്ന ആളുകൾ പോലും പല കാര്യങ്ങളും തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള പല പ്രിയപ്പെട്ടവരുടെയും തലമുറകൾ ഈ കാര്യങ്ങളിൽ നിന്ന് ലാഘവത്വത്തിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. മറ്റു ചിലരോടുള്ള ബന്ധത്തില് അവരുടെ തലമുറകൾ ഈ വിശ്വാസത്തിൽ നിന്ന് തന്നെ പോകുന്ന പോക്ക് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ ആരുടെയും ജീവിതത്തിൽ സംഭവിക്കാം. എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരു ദൈവദാസന്റെ മകൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ വിശ്വാസ വഴികളെ വിട്ടിട്ട് അവനിങ്ങനെ ലോകത്തിന്റെ വഴിയിലേക്ക് എന്ന് പറയുമ്പോൾ തന്നെ മറ്റു ചില ദൈവസങ്കല്പങ്ങളെയൊക്കെ അവനിപ്പോ പതിയെ താലോലിച്ചു തുടങ്ങി. പുറത്താർക്കും അറിയില്ല, വെളിപ്പെട്ടിട്ടില്ലെന്ന്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മുമ്പിൽ വരികയാണ്. വെല്ലുവിളികളാണ് സഹോദരങ്ങൾ. അങ്ങനത്തെ വെല്ലുവിളികളിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേൽ 4 സൈഡിലും യുദ്ധമുഖം തുറന്നു വെച്ച കാര്യം. അത് പറഞ്ഞിട്ട് വേറെ വഴിക്ക് മാറിപ്പോയി. അതുപോലെയാണ് വ്യക്തിപരമായി ഞാനിന്ന് അനുഭവിക്കുന്നത്. ഒരു സൈഡിൽ നമ്മൾ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റിന്റെ പൊള്ളത്തരങ്ങളും അവരുടെ ലോകമയത്വവും മനുഷ്യരുടെ പോക്കറ്റിൽ കിടക്കുന്ന പണം വസൂലാക്കാൻ വേണ്ടി അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അതേസമയം തന്നെ മറ്റൊരു സൈഡിൽ നമ്മൾ പറയുന്ന ഈ പെന്തിക്കോസ്റ്റിൽ നിന്ന് തന്നെ ആക്രമണം വരുന്നത്. മറ്റൊരു സൈഡിലേക്ക് നോക്കുമ്പോൾ എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്നുള്ള ആക്രമണങ്ങൾ നമ്മൾ നേരിടുകയാണ്. മറ്റൊരു സൈഡിൽ ലോകവും ലോകക്കാരുമായിട്ടുള്ള ആക്രമണങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു. ചുരുക്കി പറഞ്ഞാൽ 4 സൈഡിൽ നിന്നും അമ്പുകൾ പാഞ്ഞു വരികയാണ്. ശരശയ്യയിൽ കിടക്കേണ്ടി വരുമെന്ന് സംശയമുണ്ട്. ചുരുക്കി പറഞ്ഞാലേ 4 സൈഡിൽ നിന്നും അമ്പുകൾ വരികയാണ്. അപ്പൊ ചിലർ ചിന്തിക്കും, അതൊക്കെ വരുത്തി വെച്ച വിനകളല്ലേ, ഇതെല്ലാം പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതൊക്കെ വരുത്തി വെച്ചല്ലേ, ഈ വേണ്ടാത്തതിലൊക്കെ തലയിടാൻ പോയിട്ടല്ലേ എന്നൊക്കെ ചിലർ ചിന്തിക്കും.
അവിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞത്, എസ്തേർ പറഞ്ഞതുപോലെ, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, സ്വജനത്തിനൊരു ഉദ്ധാരണം വരുമെങ്കിൽ, സ്വജനത്തിനൊരു ഉദ്ധാരണം വരുമെങ്കിൽ. നിരാശപ്പെട്ടു പോയതുകൊണ്ടൊന്നും പറയുന്നതല്ല കേട്ടോ സഹോദരങ്ങളെ, അങ്ങനെയൊന്നും ചിന്തിച്ചേക്കരുത്. ഒരു നിരാശയില്ല. പൗലോസ് പറഞ്ഞ പോലെ, ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ലെന്ന് പറഞ്ഞ പോലെ, വഴങ്ങിക്കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഒടുക്കം പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി എന്ന് തന്നെ പറഞ്ഞു. പൊരുതി തന്നെയാ നിന്നത്, വിശ്വാസം കാത്തു, ഏൽപ്പിച്ച ബാറ്റൺ സൂക്ഷിച്ചെന്ന്. അഗ്നിമയമായ പ്രമാണത്തെയാണ് കൈയേറ്റു വാങ്ങിയത്, അത് ഉടച്ചു കളഞ്ഞില്ലെന്ന്. ആ ബാറ്റൺ സൂക്ഷിച്ചു. തന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു, തന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. അപ്പോസ്തലന്മാർ പറയുന്നത് എന്താ? ഞാനൊരു പനിയാഗമായി തീരാൻ പോകുന്നു, എന്റെ കൂടാരം പൊളിയാൻ സമയമായിരിക്കുന്നു എന്നൊക്കെയാ അവർ പറയുന്നത്. പക്ഷെ നോക്കണം, പക്ഷെ നമ്മൾ അതിൽ നിന്നൊക്കെ എന്താ പഠിക്കുന്നത്? അവസാന ശ്വാസം വരെ പൊരുതി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവസാന ശ്വാസം വരെ പൗലോസിനോട് കൂടെ തോളോട് തോള് ചേർന്ന് നടന്നു പോയതാ ദേമാസ്. തോളോട് തോള് ചേർന്ന് നടന്നു പോയതാ. ദേമാസ് എന്നെ വിട്ട് ലോകത്തിലേക്ക് പോയി എന്നാ പറഞ്ഞത്. ദേമാസ് എന്നെ വിട്ട് ലോകത്തിലേക്ക് പോയി എന്നാ പറഞ്ഞത്. പൗലോസിന്റെ ജീവിതത്തിലെ ഉപദ്രവങ്ങൾ, കഷ്ടങ്ങൾ എല്ലാം ദേമാസും കാണുന്നുണ്ട്. ഒരുപക്ഷെ അതിന്റെ ഭാഗമൊക്കെ ആയിട്ട് അവർക്കൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകുമല്ലോ. കരയിലെ ആപത്ത്, കടലിലെ ആപത്ത്, കോലിനാലുള്ള അടി, ഒന്ന് കുറേ 39 അടി 5 പ്രാവശ്യം. അയ്യോ, കഷ്ടത, നഗ്നത, ആപത്ത്, വാള് എന്ന് വേണ്ട എന്തെല്ലാമൊക്കെയാ താൻ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഒരു സമയം കഴിഞ്ഞപ്പോ ദേമാസിന് മനസ്സിലായി, ഈ കൂടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഈ കൂടെ നിന്ന് കഴിഞ്ഞാൽ പ്രസിഡന്റോ സൂപ്രണ്ടോ ഓവർസിയറോ ഒന്നും ആകാൻ പറ്റില്ല, സ്ഥലം വിട്ടേക്കാന്ന് ചിന്തിച്ചു കാണും. അങ്ങനെ ആയിരിക്കും ദേമാസ് പോയത്. ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ്, മുന്നറിയിപ്പുകളാണ്. അപ്പൊ രണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ സാമ്പിൾ വെടിക്കെട്ടുകളാണ് ഇപ്പൊ നമ്മുടെ ചുറ്റും നടക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരൊക്കെ നിങ്ങളുടെ ജോലിയുടെ തിരക്കും കാര്യങ്ങളും ഒക്കെ കാരണം ഇതൊന്നും അറിയുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് ഇപ്പോഴായിരിക്കും ഇതൊക്കെ കേൾക്കുന്നത്. നമ്മുടെ ചുറ്റും ഇങ്ങനെ ഉപദേശത്തിന്റെ മലകളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. അന്റാർട്ടിക്കയിൽ മഞ്ഞുമല ഇങ്ങനെ മറിഞ്ഞു വീഴുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ ഇന്നലകളിൽ ഉറച്ചു നിന്ന ഉപദേശത്തിന്റെ ഓരോ മലകൾ തന്നെയാണ് ഇടിഞ്ഞു വീഴാൻ പോകുന്നത്. അത് പ്രസിദ്ധരും പ്രമുഖരും ഒക്കെയായ ആളുകളാണ് ആ മലകളെ ഇടിച്ചു മറിച്ച് താഴേക്ക് ഇടാൻ പോകുന്നത്. ചിലരൊക്കെ അതിനുവേണ്ടിയുള്ള ഉത്സാഹത്തിലാണ്, ചിലരൊക്കെ അതിനുവേണ്ടി ശ്രമിക്കുന്നത്. പുറത്താരും അധികം മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നമ്മൾ കാണുന്നുണ്ട് പല കാര്യങ്ങളും. അതൊക്കെ ഇനി വെളിപ്പെട്ട് വരാനുണ്ട്. പല കാര്യങ്ങളും വെളിപ്പെട്ട് വരുന്ന ദിവസങ്ങൾ ആസന്നമായിരിക്കുന്നു. ഞാൻ ഇനി അധികം പറഞ്ഞ് നീട്ടുന്നില്ല. ഇന്നത്തെ ചില സമയങ്ങളിലൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു പോകുമ്പോൾ ഇതുപോലെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ടോക്കായിട്ട് മാറും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ജനറൽ ടോക്കായിട്ട് മാറും. അതിന്റെ ഇടയ്ക്കൊക്കെ ഏതോ സമയത്തൊക്കെ ബ്രേക്ക് ഇട്ടിട്ട് മാറാൻ ഞാൻ കുതിരാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് ഇടയ്ക്ക് ബ്രേക്ക് ചവിട്ടി കുതിറി മാറാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് ചിലപ്പോൾ. പക്ഷേ എനിക്ക് അപ്പോൾ മനസ്സിലാകുന്നുണ്ട് കാര്യങ്ങൾ അങ്ങനെയല്ല. ഞാൻ ആഗ്രഹിച്ചതുപോലെ അല്ല മുന്നോട്ട് പോകേണ്ടത്. ദൈവം ആഗ്രഹിച്ച പോലെ പോട്ടെ. പലതും നിങ്ങളോട് പറയാനുണ്ടാവും. അത് അടുക്ക് ചിട്ടയോടെ ഒന്നും ആയിരിക്കണമെന്നില്ല. അതിൽ നിന്നെല്ലാം പെറുക്കി എടുക്കേണ്ടതുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ പെറുക്കി എടുക്കേണ്ടതുണ്ട്. പല കാര്യങ്ങളും. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചപ്പോ ഇന്നേക്ക് ഒരു 4-5 വർഷം മുമ്പ് ആ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന ഒരു സഹോദരി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അതിനു മുമ്പ് ഞാന് അവരുടെ കൂട്ടായ്മയിലൊക്കെ പ്രസംഗിച്ചിട്ടുള്ളതാണ്. നമ്മൾ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ സഹോദരിക്ക് അറിയാം. ഒരു 60 വയസ്സിൽ താഴെയുള്ളൂ ആ സഹോദരിക്ക് പ്രായം. നല്ല ആരോഗ്യവതിയായിരുന്ന ആ സഹോദരി വളരെ പെട്ടെന്നായിരുന്നു ക്ഷീണിതയായി. കാര്യം മനസ്സിലായി. 2ാം സ്റ്റേജ് 3ാം സ്റ്റേജൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു പോയിരുന്നു, അറിഞ്ഞില്ല. കാരണം അവര് നല്ല ആരോഗ്യവതിയായിരുന്നതുകൊണ്ടൊന്നും അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. എന്തിനു പറയുന്നു, പിന്നെ മാസങ്ങൾ പോലും എടുത്തില്ല. ഞാൻ അവരെ അവസാനം കണ്ടത് ഇന്നും ഓർക്കുകയാണ്. അവരാ വാഹനത്തിലേക്ക് കയറിയ വാഹനം അങ്ങ് നീങ്ങിപ്പോകുന്നത്, അതെന്റെ അവസാനത്തെ കാഴ്ചയായിരുന്നു. അവര് പറഞ്ഞില്ല, ഞാനും അറിഞ്ഞില്ല ഇനി ജീവിതത്തിൽ ഒരിക്കലും കാണില്ലെന്ന്. അവരിന്ന് മണ്ണോട് മണ്ണായി തീർന്നു. ഞാൻ പ്രസംഗിച്ച കാലങ്ങളിലെല്ലാം എന്നെ കാണുമ്പോൾ നല്ല പുഞ്ചിരിയോടുകൂടി എന്നെ സ്നേഹത്തോടെ അവർ ഇടപെട്ടിട്ടുണ്ടെന്നറിയാവോ. പക്ഷെ അവരൊരിക്കലും ഞാൻ പ്രസംഗിച്ച കാര്യങ്ങളെ അംഗീകരിച്ചിരുന്നില്ല.
അവർ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ സാധാരണ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ രീതിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ആ സഹോദരിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അവരാഗ്രഹിച്ചിരുന്നത് ഈ സോക്കോൾഡ് പെന്തിക്കോസിലെ പ്രോഫറ്റുകളൊക്കെ വന്ന് പറയുന്ന ചില രീതികളുണ്ട്. അതിനനുസരിച്ച് അവരുടെ മക്കളൊക്കെ വിദേശത്താണ്. ഞാൻ ഈ പറയുന്ന സമയത്ത് വിദേശത്തേക്കൊന്നും പിള്ളേർ പോയിട്ടില്ല. അപ്പൊ അവർ ആകാംക്ഷയോടെ കാത്തിരുന്ന കാര്യങ്ങളുണ്ട്. മക്കൾ വിദേശത്ത് പോകണം, അവർക്ക് നല്ല വിവാഹാലോചനകൾ വരണം, വീടൊന്ന് പുതുക്കി പണിയണം, പിന്നെ വാഹനങ്ങളൊക്കെ ഒന്ന് മാറണം. ഒരു ശരാശരി പെന്തിക്കോസുകാരുടെ ഉള്ളിലുള്ള ഡ്രീംസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അല്ലാതെ അവർ പുതിയ യെരൂശലേമിന്റെ ഒരു കല്ലായി തീരണമെന്ന് പറഞ്ഞ് നേരം വെളുത്ത് എഴുന്നേറ്റ് വരുന്നവരൊന്നുമല്ല സാധാരണ പെന്തക്കോസുകാർ. അവരുടെ ഉള്ളിലെ ഡ്രീം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. കർത്താവിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്ന ഇതൊക്കെയാണ്. അല്ലാതെ കർത്താവ് നമ്മളെ പണതൊരുക്കി തന്റെ തിരുസ്വരൂപത്തോട് അനുരൂപരാക്കി നമ്മെ തന്റെ ശരീരത്തിന്റെ ഭാഗമായി ഇണക്കി ചേർത്ത് ജയാളികൾ എന്ന നിലയിൽ സിംഹാസനത്തിലേക്ക് നമ്മെ നയിക്കുമെന്നുള്ള അതിനൊന്നും അല്ല പ്രാധാന്യം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രസംഗിക്കാറില്ലേ, പഠിപ്പിക്കാറില്ലേ? പക്ഷെ ആ സഹോദരിക്ക് അതൊന്നും പഥ്യമായി തീർന്നില്ല, ഹൃദ്യമായി തീർന്നില്ല. പുള്ളിക്കാരി ഒരിക്കലും സർവാത്മന അത് സ്വാഗതം ചെയ്തില്ല, അത് ഏറ്റെടുത്തിരുന്നില്ല ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ. പക്ഷെ പിന്നീട് റീതിങ്കിനുള്ള ഒരു അവസരം കിട്ടിയില്ല. പെട്ടെന്നായി പോയി കാര്യങ്ങൾ, വളരെ പെട്ടെന്നായി പോയി. പെട്ടി കൊണ്ടുവന്നു, പെട്ടിയുടെ ടോപ്പ് അടച്ചു, മണ്ണിലേക്ക് വെച്ചു, മണ്ണിട്ടു, പരിപാടി അവസാനിച്ചു. അപ്പോൾ ഇതാ സഹോദരങ്ങളെ പറഞ്ഞത്, ഒത്തിരി ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവരത് പ്രായോഗിക ജീവിതത്തിൽ എടുക്കുന്നില്ല. ആ സഹോദരി പോയപ്പോൾ ഫ്യൂണറലിന് ഞാൻ പോയില്ല, പക്ഷെ എനിക്കറിയാം, ഫ്യൂണറലിന് പോയില്ലെങ്കിൽ എനിക്കറിയാം പെട്ടി അടച്ച കൂട്ടത്തിൽ ഒന്നും കൊണ്ടുപോയിരുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യാൻ മീൻസ് ഓൺലൈനിൽ. അപ്പം എപ്പിസ്കോപ്പൽ സംഭവങ്ങളിലുള്ള അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കാര്യങ്ങൾ പറഞ്ഞു വന്ന് അതിന്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ സമയമായി, പെട്ടി ക്ലോസ് ചെയ്യേണ്ട സമയം വന്ന സമയത്ത് അവരങ്ങനെ ചൊല്ലിപ്പോകുന്ന ആ ഭാഗം ഞാൻ നോട്ട് ചെയ്തു വെച്ചു. എന്തു ഖേദം ഈ കാഴ്ചാതി ദുഃഖം ചിന്തയിലേറ്റം വെന്തുരുകും സോദരരെ എന്നിങ്ങനെ മധ്യകുലം മൃത്യുവനുഭവിച്ചിടുന്നു. ചന്തമേറും മേനിയാകെ ചീഞ്ഞഴിഞ്ഞു ദ്രവിച്ചിടുന്നു. മാനിച്ചവനെ മണ്ണിലേക്കയക്കുന്നു, സ്നേഹിച്ചവനെ ശോകത്തോടടക്കുന്നു. സ്നേഹിത ബന്ധുക്കൾ പൂഴിക്കും പുഴുവിനും ഇരയാവാനയക്കുന്നു. നാദ നിന്റെ വരവിങ്കൽ ഞങ്ങൾക്കു താതരിക സന്തോഷം മോക്ഷവും എന്നേക്കും ഞങ്ങൾ നിന്റെ തിരുമുമ്പിൽ ആനന്ദി ഹല്ലേലൂയ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുൾക. മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അരുളി ചെയ്തവനായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോടെ ഈ ശരീരം ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ സഹോദരന്മാരെ, ഇതാകുന്നു നമ്മുടെ ഐക്യവാസത്തിന്റെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നിനെ ശേഖരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ ജഡിക സുഖങ്ങളുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ ഭൗതിക അനുഗ്രഹങ്ങളുടെ അവസാനമെങ്കിൽ ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ ലൗകിക ജ്ഞാനത്തിന്റെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിന്? ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ പ്രതാപത്തിന്റെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്?
ഇതാകുന്നു നമ്മുടെ ശരീരബലത്തിന്റെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ പോഴുന്നത് എന്തിന്? മനുഷ്യൻ താൽക്കാലികനാകുന്നു, അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നു, വയലിലെ പുഷ്പം പോലെ പൂത്തുവാടിപ്പോകുന്നു എന്ന് ദൈവീക സംഗീതക്കാരനായ ദാവീദ് തന്റെ കിന്നരങ്ങളിൽ പാടിയിരിക്കുന്നു. എന്നാലോ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം പൂർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എപ്പിസ്കോപ്പൽ സംഭവങ്ങളിലെ അവര് ഫ്യൂണറൽ സമയത്ത് പറയുന്ന ആ വാക്കുകൾ, അന്നേരമാണ് ബ്രദറനിലെ ഉപദേശിമാരും പെന്തിക്കോസിലെ ഉപദേശിമാരും നമുക്ക് അത് ധരിക്കാം ഇത് ധരിക്കാം എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അവർ ചോദിക്കുകയാണ്, ഈ പറഞ്ഞ കാര്യത്തിന് വല്ല പ്രസക്തി ഉണ്ടോ, ഇതിനെന്നാ ഗൗരവമുള്ളതെന്ന്. ലാസ്റ്റ് മൊമെന്റിൽ അവർ ചോദിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിലെ പൊള്ളത്തരങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. അവരൊക്കെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. കിതാബിൽ മാത്രം ഉറങ്ങുകയാണ്, അതൊക്കെ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. ഇനി അവരുടെ കിതാബിലെങ്കിലും അങ്ങനെ അവർ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ശുശ്രൂഷ ക്രമത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്ന്. എഴുതി വെച്ച കാലത്ത് എഴുതിയവർക്കൊരു ബോധ്യം ഉണ്ടായല്ലോ, അതുകൊണ്ടാണല്ലോ അവരത് അങ്ങനെ എഴുതിയത്. നമ്മുടെ പൂർവന്മാരായ പിതാക്കന്മാര് പാട്ട് എഴുതിയപ്പോ എന്തെന്നാ അവര് പാടിപ്പോയത്? ഈ മായാപുരി വിട്ടു പോകണമെന്നാ അവര് പാടിയത്. മറ്റങ്ങനത്തെ ശുശ്രൂഷ ക്രമമൊന്നും ഇല്ലെങ്കിലും നമ്മുടെ പാട്ടുകളിലൊക്കെ അതുണ്ടെന്നേ. പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല, പാടി പാടി അങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ വരികളുടെ അർത്ഥം സ്വാംശീകരിച്ച് നമ്മുടെ ജീവിതം സ്ഫുടം ചെയ്ത് അങ്ങനെ കർത്താവിന് വേണ്ടി ഒരു സമർപ്പിത ജീവിതം നയിക്കാൻ അങ്ങനത്തെ ഒരു വ്യഗ്രതയും വെമ്പലും വിശുദ്ധന്മാരുടെ ഉള്ളിൽ എക്കാലവും ഉണ്ടാകണം. അവരെ എപ്പോഴും ചാർജ് ചെയ്ത് നിർത്തുവാനാ ദൈവം ആഗ്രഹിക്കുന്നത്. ആ ഒരു പറ്റുമാനത്തിൽ ആ ആത്മാവിൽ ഒരു കത്തലുണ്ടാകണം. ആത്മാവിൽ അല്ലേ, ആത്മാവിൽ ആ ഒരു കത്തലുണ്ടാകണം. ആ കത്തൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകും. ആത്മാവിലെ ആ കത്തൽ കെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകും സഹോദരങ്ങളെ. ക്ഷീണം വന്ന് ഭവിക്കും. ക്ഷീണം വന്ന് ഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ തീറ്റ എടുക്കാതെയാവും. അങ്ങനെ പലതും പതിയെ പതിയെ നമ്മൾ അകന്നകന്നു പോകും. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം തന്റെ ദാസന്മാരിലൂടെ നമ്മോട് ഇങ്ങനെ സംസാരിക്കുന്നത്. പല ചരിത്രങ്ങളും പല ഉദാഹരണങ്ങളും പല സംഭവങ്ങളെയും ഒക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഇന്നലകളിൽ നടന്നതും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നമ്മോട് പറയുന്ന എന്തിനാ? നമ്മെ അലോസരപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. വെല്ലുവിളികൾ നിറഞ്ഞൊരു ജീവിതത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നമ്മൾ കളിക്കളത്തിലല്ല, നമ്മൾ അടർക്കളത്തിലാണ്. പോർമുഖങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിനെയൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് ജയകരമായി മുൻപോട്ട് പോകണമെങ്കിൽ പ്രഭാതത്തിൽ പൊഴിയുന്ന മന്ന പെറുക്കി ഈ പറഞ്ഞതുപോലെ പ്രോസസ് ചെയ്ത് ഭക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ കരുത്തും ബലമുള്ളവരായി യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ എന്നൊക്കെ പറയുന്ന നിലയിലേക്ക്, കർത്താവിനെ പോലെ ആ സെയിം ഇമേജിലേക്ക്, അവിടുത്തെ മഹത്വം പ്രാപിപ്പാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ആ മഹത്വം പ്രാപിച്ചുകൊണ്ട് മഹത്വ സന്നിധിയിൽ, മഹത്വ സിംഹാസനത്തിൽ നമുക്ക് അവനോട് കൂടെ ചേർന്നിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.